വെൽക്കം ചെയ്യാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ അനുഗ്രഹീതമായ ഈ നല്ല രാത്രി വേളയ്ക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഫെയ്ത്ത് ലീഡേഴ്സ് സിറ്റി മിഷൻ ചർച്ചിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന അനുഗ്രഹീതമായ സുവിശേഷ മഹായോഗത്തിൻ്റെ പ്രാരംഭ ദിവസം ദൈവത്തിൻ്റെ വചനവും യേശു കർത്താവിൻ്റെ സാക്ഷ്യ നിമിത്തവും ഈ അനുഗ്രഹീതമായ സ്ഥലത്തായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നൽകിയ നല്ല അവസരത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. യോഗാധ്യക്ഷൻ ഫെയ്ത്ത് ലീഡേഴ്സ് ദൈവസഭയുടെ ജനറൽ ട്രഷറർ പാസ്റ്റർ രഞ്ജി ഡി ബ്ലസൻ, ഇന്ന് രാത്രിയിൽ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ ദാസന്മാർ, വിശേഷാൽ ഫെയ്ത്ത് ലീഡേഴ്സ് ദൈവസഭയ്ക്ക് അനുഗ്രഹിക്കപ്പെട്ട നേതൃത്വം കൊടുക്കുന്ന ആക്ടിംഗ് പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയുമായ പാസ്റ്റർ റോയ് ഡാനിയൽ മാത്യു അവറുകൾ, അതുപോലെ തന്നെ ഈ അനുഗ്രഹീതമായ സുവിശേഷ മഹായോഗം ഹ്രസ്വമായ വാക്കുകളെങ്കിലും ആശയഗംഭീരമുള്ള ആശയസമ്പുഷ്ടമായ അർത്ഥസമ്പുഷ്ടമായ വാക്കുകൾ കൊണ്ട് ദൈവകരങ്ങളിലേക്ക് പ്രാർത്ഥിച്ച് സമർപ്പിച്ച അനുഗ്രഹീത പ്രഭാഷകനും ഈ നാളുകളിൽ ശക്തമായി കർത്താവ് ഉപയോഗിക്കുന്നതുമായ ഈ ഫെയ്ത്ത് ലീഡേഴ്സ് ദൈവസഭയുടെ ഇവാഞ്ചലിസം കോർഡിനേറ്ററും ഈ തിരുവല്ല ഡിസ്ട്രിക്റ്റിൻ്റെ ശുശ്രൂഷകനുമായ പാസ്റ്റർ സജി ചാത്തങ്കിരി അവറുകൾ, അപ്പോൾ തന്നെ മല്ലപ്പള്ളി സെൻറ്ററിൻ്റെ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന അനുഗ്രഹീതനായ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബേബിക്കുട്ടി അവറുകൾ, മറ്റ് സഹബദ്ധരായ അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദാസന്മാർ ഈ വേദിയിലും സദസ്സിലുമുണ്ട്. അവരെല്ലാവരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു, ക്രിസ്തുവിൽ വന്ദനം ചൊല്ലുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത എൻ്റെ സഹോദരങ്ങളായ വാത്സല്യ പ്രിയപ്പെട്ടവർ, മിസ്മോർ ഹാർമണിക്കിലെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. അനുഗ്രഹിക്കപ്പെട്ട ശബ്ദ സംവിധാനങ്ങൾ ഒരുക്കുന്ന വാത്സല്യ കർത്തൃദാസന്മാർക്ക് ഈ സമയത്ത് വന്ദനം ചൊല്ലുന്നു. ലൈവ് ടെലികാസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട വിഭാഗത്തിന്, പവർ വിഷൻ ഗ്രൂപ്പിന്, ഈ തരുണത്തിൽ അത് ഇവിടെ നിന്ന് മനോഹരമായ നിലകളിൽ അങ്ങ് വിദൂരകളിൽ വിവിധ സ്ഥലങ്ങളിൽ ഇരിക്കുന്നവർക്ക് ഇവിടെ നടക്കുന്ന ഈ യോഗം എത്തിച്ചുകൊണ്ടിരിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൽ അവർക്കും വന്ദനം ചൊല്ലുന്നു. ഇന്ന് രാത്രിയിലെ തിരുവചന ശ്രവണത്തിനും അനുഗ്രഹീതമായ ഗാനങ്ങൾക്കുമായി ദൂരസ്ഥലങ്ങളിൽ നിന്നും അടുത്ത സ്ഥലങ്ങളിൽ നിന്നൊക്കെ വളരെ തിടുക്കത്തിൽ ഇവിടെ എത്തിച്ചേർന്ന അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ ദാസന്മാർ, സഹോദരി സഹോദരന്മാർ, ഈ ശബ്ദപരിധിയിൽ അടുത്തും അകലെയുമായി ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി ക്രിസ്തുവിൽ വന്ദനം ചൊല്ലി ഇന്ന് രാത്രിയിലെ തിരുവചന ശുശ്രൂഷയിലേക്ക് വളരെ വേഗത്തിൽ പ്രവേശിക്കുവാൻ കർത്താവിൻ്റെ നാമത്തിൽ ആഗ്രഹിക്കുകയാണ്. ആധാരമായി തിരുവെഴുത്തിലെ ഒരു വേദവാക്യം ദൈവജനത്തിൻ്റെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. വിശുദ്ധ ബൈബിളിലെ അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ 6-ാം ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം ദൈവജനത്തിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാദാനമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. ഒരിക്കൽ കൂടി ഈ വാക്യം ഞാൻ ഉദ്ധരിക്കുന്നു. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാദാനമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. ഇന്ന് രാത്രിയിലെ ഈ മനോഹരമായ യോഗത്തിൽ പ്രഥമ രാത്രിയിൽ എന്തും കൊണ്ടും ശുശ്രൂഷിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് എൻ്റെ അധരങ്ങളിൽ നൽകിത്തന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് ദൈവജനത്തിൻ്റെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവന്നത്. പാപത്തിൻ്റെ ശമ്പളം മരണം, ദൈവത്തിൻ്റെ കൃപാദാനമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യ ജീവൻ തന്നെ. ലോകം ജ്ഞാനത്തിൻ്റെ ആദ്യ പാഠം കുറിച്ചത് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നാണ്. വേദപുസ്തകത്തെ ലോകത്തിൽ നിന്നും മാറ്റി നിർത്തിയാൽ ലോകം അപൂർണമാണ്. മനുഷ്യജീവിതത്തിൽ നിന്ന് വിശുദ്ധ തിരുവെഴുത്തിനെ മാറ്റി നിർത്തിയാൽ മനുഷ്യൻ അപൂർണനായി മാറും. നിയമങ്ങളും നീതി നടപടികളും പാട്ടും പഴമൊഴിയും ചിത്രങ്ങളും ചരിത്രങ്ങളും അരുളപ്പാടുകളും അനുഗ്രഹ വചസ്സുകളും കൊണ്ട് മുത്തുമാല പോലെ കോർത്തിണക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധ തിരുവെഴുത്തിൻ്റെ ഒന്നാമത്തെ പുസ്തകമായ ഉൽപ്പത്തി മുതൽ അവസാനത്തെ ഗ്രന്ഥമായ വെളിപ്പാട് പുസ്തകം വരെയുള്ള ഏത് ഭാഗം എടുത്തു പഠിച്ചാലും ഒരു മനുഷ്യൻ്റെ ശരീരം എവിടെ കീറി മുറിച്ചാലും രക്തം പുറത്തേക്ക് വരുന്നത് പോലെ
ഈ വേദഭാഗങ്ങൾ ഏത് ഭാഗം എടുത്തു പഠിച്ചാലും പുറത്തേക്ക് തെളിഞ്ഞു വരുന്നത് ഒറ്റ വിഷയം മാത്രമാണ്. അത് കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരമുള്ള ഭാവിയായ മനുഷ്യന്റെ വീണ്ടെടുപ്പ് എന്നുള്ള വിഷയമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ സുവിശേഷ യോഗത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഇത് ഇന്ന് രാത്രി ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് തന്നെ യേശു കർത്താവിലേക്ക്, ആ യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് പാപത്തെ ഉപേക്ഷിച്ച് ചില ആളുകളിൽ കൂടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എത്തിച്ചേരണമെന്നുള്ള പ്രാർത്ഥന കൊണ്ടാണ് ഈ യോഗം ഇവിടെ ക്രമീകരിച്ചത്. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് രാത്രിയിലും ആ ദൈവവചനത്തിന് മുൻപിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് ഹൃദയങ്ങളോട് കൃത്യമായി ഇടപെടുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. ലോകം പ്രക്ഷുബ്ധമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ രാജ്യങ്ങളും ഇന്ന് വരെ കാണാത്ത, കേട്ടിട്ടില്ലാത്ത പലതരത്തിലുള്ള സംഭവങ്ങളെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത കാലഘട്ടം. ഇവിടെ സുവിശേഷത്തിനും ദൈവവചനത്തിനും പ്രാധാന്യമുണ്ട്. എനിക്ക് മുന്നാലെ തിരുവചനം ആ ദൈവസന്നിധിയിൽ ഓർപ്പിച്ച കർത്താവിൻ്റെ ദാസൻ സുവിശേഷത്തെക്കുറിച്ചും വചനത്തെക്കുറിച്ചും ചില മുഖവരുകൾ ഓർപ്പിച്ചിരിക്കുന്നത് കൊണ്ട്, സമയപരിധി നമ്മുടെ നടുവിലുള്ളതുകൊണ്ട്, വിസ്താര ഭയം എന്നെ അലട്ടുന്നതുകൊണ്ടും ആ ഭാഗത്തേക്ക് പ്രവേശിക്കുവാൻ ഇന്ന് രാത്രി ഞാൻ തുനിയുന്നില്ല. ഞാൻ പറയട്ടെ, നിരർത്ഥകതയുടെ നീരാളിപ്പിടുത്തത്തിൽ നിലവിട്ടുപോയ നിരാലംബരെയും നിരാശയുടെ നീർച്ചുളയിൽ നീന്തിയലയുന്ന മനുഷ്യരെയും നിണമുണങ്ങാത്ത വാളങ്ങുമേന്തി നിൽക്കരങ്ങളെ കൊന്നുമുടിച്ച് നിഗളിക്കുന്ന നിഷേധികളെയും കൊണ്ട് ഭാരതഭൂമി നിറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുവാൻ മറന്നുകൊണ്ടിരിക്കുമ്പോൾ, മനുഷ്യൻ ദൈവത്തെ സ്നേഹിക്കുവാൻ മറന്നുകൊണ്ടിരിക്കുമ്പോൾ, ഇന്ന് രാത്രി സനാതന സത്യമായ സുവിശേഷത്തിന്റെ പ്രാധാന്യമോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്, കർത്താവിന് മഹത്വം കരേറ്റുകയാണ്. ഒരു രാജ്യത്തിന്റെ ഒരു ചെറിയ മുറിക്കുള്ളിൽ 4 ഭിത്തിക്കകത്ത് ഒതുങ്ങി നിന്ന സുവിശേഷത്തിന്റെ സത്യം ആ ഭിത്തിക്കകത്ത് മാത്രം ഒതുങ്ങി നിൽക്കാതെ ആ ഭിത്തികളെ ഭേദിച്ചുകൊണ്ട് നാടിന്റെ നാനാ ദിക്കിലേക്കും വ്യാപരിക്കുവാൻ ഇടയായി തീർന്നെങ്കിൽ പണ്ഡിതനെന്നോ പാമരനെന്നോ കുബേരനെന്നോ കുചേലനെന്നോ ശകനെന്നോ ദാസനെന്നോ തൊഴിലാളിയെന്നോ മുതലാളിയെന്നോ അടിമയെന്നോ ഉടമയെന്നോ വ്യത്യാസമില്ലാതെ ശകദാസപരപരാധി വകൃതങ്ങൾക്കപ്പുറമായിട്ട് സകലരെയും രക്ഷിക്കുന്ന അവൻ സുവിശേഷത്തിന്റെ ആ മഹാസത്യത്തിനായി ഇന്ന് രാത്രിയിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, കർത്താവിന് മഹത്വം കരേറ്റുകയാണ്. സ്തോത്രം. ഈ സുവിശേഷം ഇന്ന് രാത്രിയിലും ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്, നാവുകളിൽ നിന്ന് നാവുകളിലേക്ക് അനസൂതം യാത്ര ചെയ്തുകൊണ്ട് വിജയത്തിന്റെ വെണ്ണിക്കുറി പാടിച്ച് ഈ പായിപ്പാടിന്റെ മണ്ണിലും എത്തിയതോർത്ത് ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം, കർത്താവിന് മഹത്വം കരേറ്റുകയാണ്. സ്തോത്രം. ഹെലനീയ സംസ്കാരത്തിനും റോമ സാമ്രാജ്യത്തിന്റെ ലോകരാജ്യമോഹത്തിനും ഇടയിൽ ഞെരുങ്ങിപ്പോയ ഇസ്രായേലിന് ദൈവരാജ്യത്തിന്റെ വിളംബരം, വിമോചനത്തിന്റെ കാഹളമാണ് ഊതിയത്. തീ കത്തുന്ന പർവ്വതത്തിലെ തീ പാറുന്ന പ്രമാണങ്ങൾക്ക് വേണ്ടി ദൂരെ മാറി നിൽക്കേണ്ടി വന്നവർ പർവ്വത മുകളിൽ ഇരുന്നള്ളിയ യേശു കർത്താവിന്റെ മാധുര്യമുള്ള മൊഴികൾ ശ്രവിക്കേണ്ടതിന് പർവ്വതത്തിന് മുകളിലേക്ക് ഓടിക്കയറുന്നു. ശക്തമായൊരു പ്രമാണം നിലനിൽക്കുകയാണ്. പുരുഷാരം സാക്ഷാൽ ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ കരങ്ങൾ നീട്ടിത്തൊടേണ്ടതിനും അവന്റെ കരസ്പർശനം ഏൽക്കേണ്ടതിനും പർവ്വതത്തിന് മുകൾ ഭാഗത്തേക്ക് ഓടിക്കയറിയത്. എന്താണ് നിലനിൽക്കുന്ന പ്രമാണം? യേശു കർത്താവിന്റെ അഥവാ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുന്ന പർവ്വതത്തെ തൊടുന്നത്. അവൻ ആ യേശുവിനെയല്ല, ദൈവ സാന്നിധ്യത്തെയല്ല, ആ സാന്നിധ്യം ഇറങ്ങി വരുന്ന നിറഞ്ഞു നിൽക്കുന്ന പർവ്വതത്തിന്റെ അടിവാരത്തിൽ നിൽക്കുന്ന മനുഷ്യജാതിയെങ്കിലും മൃഗജാതിയെങ്കിലും ആരെങ്കിലും പർവ്വതത്തെ തൊട്ടാൽ തൊട്ടവനെ കല്ലെറിഞ്ഞു കൊല്ലണം എന്ന ശക്തമായ പ്രമാണം നിലനിൽക്കുകയാണ്. ആ പ്രമാണത്തെ തൃണവൽക്കരിച്ച് പുറകിലേക്ക് എറിഞ്ഞു കളഞ്ഞിട്ട് പുതിയൊരു പ്രമാണം ഉയരത്തിൽ ഉദിച്ചു നിന്ന് കൃപ കണ്ടിട്ട് പുരുഷാരം പഴയ പ്രമാണത്തെ പിന്തള്ളി പുതിയ പ്രമാണത്തിലേക്ക് ഓടിക്കയറുമ്പോൾ അവനെ തൊട്ടവരും അവൻ തൊട്ടവരും സൗഖ്യം പ്രാപിച്ചെങ്കിൽ ഇന്ന് രാത്രിയിലും ആ ശക്തി കുറഞ്ഞിട്ടില്ല. ഇവിടെ ആ യേശുവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി വ്യാപരിക്കുന്നുണ്ട്. എത്ര പേർ അവനെ തൊടാൻ, എത്ര പേർ അവന്റെ കരസ്പർശനം ഇന്ന് രാത്രി ഏൽക്കാൻ തയ്യാറാണ്? അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, കർത്താവിന്റെ മഹത്വം കരേറ്റുകയാണ്. സ്തോത്രം. മനുഷ്യ ജീവിതത്തെ കീഴ്പ്പെടുത്തുന്ന 2 പ്രധാന ശക്തികളാണ് പാപം, മരണം. നന്മ ചെയ്യാൻ മനുഷ്യന് ആഗ്രഹമുണ്ട്, എന്നാൽ ഇച്ഛിക്കാത്ത തിന്മകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യന്റെ ജീവിതത്തിലെ ശക്തമായ ഒരു അടിമത്തമാണ്. ഈ അടിമത്തത്തിൽ നിലനിൽക്കുന്ന മനുഷ്യൻ അടിമച്ചന്തയിലെ വിൽപ്പന ചരക്ക് പോലെ ഇരുളടഞ്ഞ് ഭാവിയെ നോക്കിക്കൊണ്ട് ഇതികർത്തവ്യ മൂടനായി നിന്നുകൊണ്ട് അവൻ ഉയരത്തിലേക്ക് നോക്കി നിലവിളിക്കുന്ന ഒരു നിലവിളി ശബ്ദമുണ്ട്. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? ഈ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇന്ന് രാത്രി ഇവിടെ വായിച്ച വചനം. പാപത്തിന്റെ ശമ്പളം
മരണം. ദൈവത്തിന്റെ കൃപാദാനമോ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. വിശ്വസിക്കുന്നവർക്ക് ഇന്ന് രാത്രി രക്ഷയുണ്ട്. വിശ്വസിക്കുന്നവർക്ക് ഇന്ന് രാത്രി പാപവിമോചനമുണ്ട്. വിശ്വസിക്കുന്നവർക്ക് ഇന്ന് രാത്രി ഒരു വീണ്ടെടുപ്പുണ്ട്. വിശ്വസിക്കുന്നവർക്ക് ഇന്ന് രാത്രി ഒരു വിടുതലുണ്ട്. ആ വിശ്വാസം നിങ്ങളുടെ അധരങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. അധരം പൊട്ടിയിരിക്കുവാനല്ല, ഇന്ന് രാത്രി ആമേൻ ആരാധനയിൽ സർവശക്തനായ ദൈവത്തിനെ മഹത്വപ്പെടുത്തുന്ന ദൈവജനത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ മഹത്വം കരേറ്റുകയാണ്. സ്തോത്രം. മനുഷ്യന്റെ ജീവിതത്തെ വല്ലാതെ കീഴടക്കുന്ന യാഥാർത്ഥ്യമാണ് പാപം. പാപത്തിന് ഒരു നിർവചനം ചോദിച്ചാൽ എല്ലാവരും ഒറ്റ വാക്കിൽ പറയുന്ന ഒരു നിർവചനമുണ്ട്: ലക്ഷ്യം തെറ്റിപ്പോകുക, ലക്ഷ്യം നഷ്ടപ്പെട്ടു പോകുക. ഹമാർത്തിയ എന്നൊരു പദം അതിനോട് കൂട്ടിച്ചേർത്ത് പറയാറുണ്ട്. എന്നാൽ ഇന്ന് രാത്രി എൻ്റെ ഭാഷയിൽ ഞാൻ പാപത്തിന് ഒരു വിശകലനം ഇങ്ങനെ കൊടുക്കാൻ തയ്യാറായാൽ അത് ഇപ്രകാരമാണ്: ദൈവത്താൽ നിയമിക്കപ്പെട്ട നിയമങ്ങളുടെ ലംഘനത്തെയാണ് പാപം എന്ന് വിവക്ഷിക്കുന്നത്. ഒന്നുകൂടെ പറയാം: ദൈവത്താൽ നിയമിക്കപ്പെട്ട സാക്ഷാൽ നിയമങ്ങളുടെ നിയമലംഘനത്തെയാണ് പാപം എന്ന് വിശേഷിപ്പിക്കുന്നത്. ആ പാപത്തിന്റെ ശമ്പളമാണ് മരണം. മരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ജീവൻ നഷ്ടപ്പെടുക എന്നതാണ് അർത്ഥമെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കണം: എന്താണ് മരണം? മരണത്തിനൊരു നിർവചനം കൊടുത്താൽ അതിങ്ങനെയാണ്: ഈ ഭൂമിയിൽ നിന്ന് എടുത്ത മണ്ണ് മണ്ണിലേക്കും ഉയരത്തിൽ നിന്ന് വന്ന ആത്മാവ് അയച്ചവന്റെ അടുക്കലേക്കും കടന്നു പോകാൻ മനുഷ്യ ശരീരത്തിൽ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷത്തിന്റെ പരിസമാപ്തിയാണ് മരണം. മണ്ണ് മണ്ണിലേക്കും വിണ്ണിൽ നിന്ന് വന്ന ആത്മാവ് വിണ്ണിലേക്കും കടന്നു പോകാൻ നമ്മുടെ ശരീരത്തിൽ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുക, ഒരു സംഘർഷം നടന്നുകൊണ്ടിരിക്കുക. ഈ സംഘർഷത്തിന്റെ പരിസമാപ്തിയാണ് മരണം എന്ന് വിവക്ഷിക്കപ്പെടുന്നത്. ഇന്ന് രാത്രി ഞാൻ ഉറക്കെ വിളിച്ചു പറയാം: മനുഷ്യന്റെ ജീവിതത്തെ ഗ്രസിച്ച പാപത്തിന്റെ ശമ്പളമായ മരണത്തെ ഏറ്റെടുക്കാൻ ഒറ്റ വ്യക്തിയെ ഉലകത്തിൽ ഉണ്ടായിട്ടുള്ളൂ. അത് മറ്റൊരാളല്ല. ഇന്ന് രാത്രി നമ്മുടെ ആരാധ്യനായ നസ്രയനായ യേശു കർത്താവല്ലാതെ മറ്റൊരാൾ ഈ ഉലകത്തിലേക്ക് പാപവിമോചകനായി കടന്നു വന്നിട്ടില്ല, നാളുകളുടെ നീളത്തിൽ വരികയുമില്ല എന്ന് ഇന്ന് രാത്രി ഉറക്കെ പ്രഖ്യാപിക്കട്ടെ. യേശു എത്രേ പാപ വിമോചകൻ. പ്രൈസ് ജീസസ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി എനിക്ക് വളരെ ശക്തിയോടും സന്തോഷത്തോടും ഉറക്കെ വിളിച്ചു പറയുവാൻ ഈ സുവിശേഷ യോഗത്തിന്റെ പ്രഥമ രാത്രിയിൽ ഒറ്റ കാര്യമായുള്ളത്: മാനവജാതിയുടെ രക്ഷകനായി ഉലകത്തിൽ പിറന്നവതരിച്ച ഒരുവനേ ഉള്ളൂ. അത് നസ്രയനായ യേശു കർത്താവാണ്. അവനല്ലാതെ മറ്റൊരുവനില്ലിവിടെ. അവനെ ആരാധിക്കുന്ന ദൈവജനത്തെ ഓർത്ത്, അവനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച ദൈവജനത്തെ ഓർത്ത് ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ മഹത്വം കരേറ്റുകയാണ്. മനുഷ്യൻ നേരിടുന്ന പാപത്തെ പരിഹരിക്കുവാൻ ലോകത്തിലേക്ക് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് എന്ന് അഭിമാനത്തോടെ വിളിച്ചു പറയുന്നവരുണ്ട്. പടവാൾ ഉയർത്തി പടതടത്തി വീരേതിഹാസം ചരിത്രത്തിൽ തുന്നിച്ചേർത്ത വീരന്മാരുടെ നീണ്ടുപട്ടിക നമ്മുടെ ലോകത്തിന് സമ്മാനിക്കുവാൻ കഴിയുന്നുണ്ട്. കരവാൾ ഉയർത്തി ഘോരഘോരം ചൊരിഞ്ഞ നരരക്തം കൊണ്ട് രണചരിതം രചിച്ച രണവീരനായ നെപ്പോളിയൻ ഒരിക്കൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു: മനുഷ്യനെ നേരിടുന്ന പാപത്തിൽ നിന്നും പാപത്തിന്റെ ശമ്പളമായ മരണത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിച്ചെടുക്കുവാൻ കഴിയുന്ന രണ്ട് ശക്തികളെ ഉലകത്തിൽ ഉള്ളൂ. അത് വാളും തൂലികയുമാണ്. നെപ്പോളിയന്റെ വാക്കുകൾ കൊണ്ട് മനുഷ്യ ജീവിതത്തെ ഗ്രസിക്കുന്ന പാപവും പാപത്തിന്റെ സാക്ഷാൽ ശമ്പളമായ മരണത്തിൽ നിന്ന് രക്ഷിച്ചെടുക്കുന്ന രണ്ട് മഹത് ശക്തികളെ കുറിച്ച് അദ്ദേഹം പ്രസ്താവിച്ചു. ഒന്ന് വാൾ, രണ്ട് തൂലിക. ഒന്ന് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ആ ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നു. വാൾ എന്താണ് ഇവിടെ നേടിയത്? വാൾ ജയിച്ചോ മനുഷ്യനെ രക്ഷിക്കുന്നതിൽ? പാപപ്പെട്ടവന്റെ രക്തം നെടുനീളത്തിൽ പുഴ പോലൊഴുക്കി ആ രക്തത്തിൽ മുക്കിയെടുത്ത സിംഹാസനങ്ങൾ ഉറപ്പിച്ച് ഭരണകർത്താക്കൾ, അധികാരികൾ രാജ്യത്തെ ഭരിച്ച് വല്ലാതെ മുൻപോട്ട് യാത്ര ചെയ്തപ്പോൾ നഷ്ടപ്പെട്ടത് ഒരു കൂട്ടം നിരപരാധികളുടെ ജീവനും ഒഴുകിയിറങ്ങിയ നിരപരാധികളുടെ രക്തപ്പുഴയുമാണെങ്കിൽ വാൾ മനുഷ്യനെ രക്ഷിക്കുകയല്ല ചെയ്തത്, വാൾ മനുഷ്യനെ ശിക്ഷിക്കുകയാണ് ചെയ്തത്. വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ ശക്തിയാണ് ടുഡേയുടെ തനിമ പകർത്തുന്ന പുത്തൻ ആവിഷ്കാര ശക്തി എന്ന് വിവക്ഷിക്കുന്ന തൂലിക. തൂലിക തുമ്പിലയുടെ ചരിത്രം ശ്രമിച്ച സമരകാകളങ്ങളും തന്നിമിത്തം വിശ്വം കണ്ട വിപ്ലവങ്ങളും കണ്ടെത്തുവാൻ അധിക സമയം വേണ്ട. ഏകാധിപതികളുടെ സിംഹാസനങ്ങൾ ഇളകി വീണതും ജനാധിപത്യവും കമ്മ്യൂണിസവും നിലവിൽ വന്നത് ഇന്നത്തെ തലമുറയ്ക്ക് മനഃപ്പാടമാക്കി കളിപ്പാട്ടുകൾ പോലെ അറിയാം. എന്തിനേറെ ഗദ്യപദ്യമയമായ ചമ്പുകാവ്യങ്ങളെ ചമയ്ക്കുന്ന കവികളിലൂടെ മായം ചേർക്കാൻ പഠിച്ച കലാകാരൻ
തന്റെ കലാസൃഷ്ടികളെ കച്ചവടച്ചരക്കാക്കി മാറ്റി. തന്റെ തൂലികത്തുമ്പിലൂടെ വിരചിച്ചെടുത്ത കഥാപാത്രങ്ങൾക്ക് കഷ്ടിച്ചു പോലും വസ്ത്രം ധരിപ്പിക്കാതെ സാഹിത്യത്തെ തെരുവിൽ വ്യവസ്ഥയാക്കി ആ കഥാപാത്രങ്ങൾക്ക് ജീവൻ കൊടുത്ത അപ്രവാളികളിൽ പ്രദർശിപ്പിച്ചപ്പോൾ ഇവിടുത്തെ യുവതി യുവാക്കന്മാർ മായമില്ലാത്ത പാല് മോന്തി കുടിക്കുന്ന ലാഘവത്തോടെ അശ്ലീല കൂട്ടുകൾ മാമൻ മോന്തി കുടിക്കുവാൻ തിയേറ്ററിനുള്ളിലേക്ക് ഓടിക്കയറിയപ്പോൾ സംഭവിച്ചത് ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ലംഘിക്കപ്പെട്ടു. അധാർമികത കൂത്തരങ്ങായി വാഴുവാൻ തുടങ്ങി. ചോദിക്കുന്നു പ്രിയരെ, വാൾ എന്ന ശക്തിയും രണ്ടാമത്തെ തൂലിക എന്ന ശക്തിയും മനുഷ്യനെ രക്ഷിക്കുകയാണോ ചെയ്തത് അതോ ശിക്ഷിക്കുകയാണോ ചെയ്തത്? രണ്ട് ശക്തികളും പരാജയപ്പെട്ടു നിൽക്കുമ്പോൾ ഇന്ന് രാത്രി എനിക്കൊരു കാര്യം ഇവിടെ വെളിപ്പെടുത്തുവാനുണ്ട്. അത് മറ്റൊന്നുമല്ല, വാളുകളുടെ ഏറ്റുമുട്ടലിന്റെ ശബ്ദം ഈ ലോകത്തിൽ എങ്ങും മുഴങ്ങി നിൽക്കെ ആ ഭീകര രംഗത്തിന് പ്രേരണ നൽകിയ തൂലികയുടെ ഗാഥകൾ മാനവ സ്രോതങ്ങളിൽ സിരകളെ ത്രസിപ്പിച്ച് സമരസജ്ജമാക്കി അണിയിച്ചൊരുക്കി നിൽക്കുന്ന കാലഘട്ടത്തിൽ വാളില്ലാതെ തൂലികയില്ലാതെ ലോകത്തിന്റെ പൊക്കിൽ കൊടി എന്നറിയപ്പെടുന്ന പാലസ്തീന്റെ പച്ചമണിൽ കൂടി നഗ്നപാതനായ ഒരു മനുഷ്യൻ ദേ നടന്നു വരുന്നു. അവന്റെ കയ്യിൽ വാളില്ല, അവന്റെ കയ്യിൽ ബോംബില്ല, അവന്റെ കയ്യിൽ കുറുപടികളില്ല, അവന്റെ കയ്യിൽ കത്തിയില്ല, അവന്റെ കയ്യിൽ ലോകപരമായ ആയുധങ്ങളൊന്നുമില്ല. നസ്രായൻ എന്ന് വിളിക്കപ്പെട്ട, യേശു എന്ന് വിളിക്കപ്പെട്ട, ക്രിസ്തു യേശു എന്ന നാമകരണം ചെയ്യപ്പെട്ട അവൻ സാക്ഷാൽ ദൈവപുത്രനായ പാപവിമോചകനായ യേശുവിന്റെ കരങ്ങളിൽ മാനുഷിക ആയുധങ്ങളല്ല, പിന്നെ അവന്റെ കയ്യിൽ രണ്ട് സമരായുധങ്ങൾ. അത് സ്നേഹവും ക്ഷമയും എന്ന സമരായുധമായിരുന്നു. സ്നേഹം കൊണ്ട് ക്ഷമ കൊണ്ടും രണ്ട് സമരായുധം കൊണ്ട് ആയിരങ്ങളെ പതിനായിരങ്ങളെ കോടികളെ തന്റെ പ്രേമ സാമ്രാജ്യത്തിലേക്ക് ആകർഷിച്ച വിജയീഷു എന്ന് പ്രഖ്യാപിക്കാൻ കഴിയുന്ന ഒരേ ഒരു രക്ഷിതാവ് ഉലകത്തിൽ അവതരിച്ചിട്ടുണ്ടെങ്കിൽ അത് നസ്രയനായ യേശു അല്ലാതെ മറ്റൊരാൾ ഇല്ലിവിടെ. അവൻ മാത്രം രക്ഷകൻ, അവൻ മാത്രം ആരാധ്യൻ. ഇന്ന് രാത്രി കർത്താവിന്റെ കൃപയോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ മഹത്വം കരറ്റുകയാ. ആ കർത്താവിന്റെ കൃപ ഇന്ന് രാത്രിയിൽ ഈ ഗ്രൗണ്ടിൽ വ്യാപരിക്കുന്നുണ്ട്. പാപവിമോചകനായ, രോഗസൗഖ്യദായകനായ, അവൻ സമാധാനം നൽകുന്ന, ശാന്തി നൽകുന്ന, വീണ്ടെടുപ്പ് നൽകുന്ന, രക്ഷ നൽകുന്ന, ആർദ്രതയുള്ള അവൻ വശികായുടെ സാന്നിധ്യം ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ ഈ സ്റ്റേജിൽ വെളിപ്പെടുന്നതിനാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ മഹത്വം കരറ്റുകയാണ്. ആ കർത്താവ് ഇന്ന് രാത്രി പാപികളെ രക്ഷിപ്പാൻ മതിയായ ദൈവമാണ്. സ്തോത്രം. ഈ സുവിശേഷ മഹായോഗത്തിന്റെ ഒന്നാമത്തെ രാത്രിയിൽ ഉറക്കെ ഞാൻ മുഖവരയായി ആമുഖമായി ഞാൻ പറഞ്ഞ് എൻ്റെ വാക്കുകൾക്ക് മുഖവരയ്ക്ക് ഞാനിവിടെ വിരാമം കുറിക്കുന്നു. യേശു രക്ഷകനായ ദൈവം, യേശു സൗഖ്യമാക്കുന്ന ദൈവം, യേശു വീണ്ടെടുക്കുന്ന ദൈവം. ഇന്ന് രാത്രി ആ കർത്താവിൻ്റെ കൃപകൾക്കായി ദൈവത്തിന് സ്തോത്രം. വചനത്തിൻ്റെ വിചിന്തനം ആവശ്യമായതുകൊണ്ട് വായിച്ച വചനത്തെ മുൻപിലേക്ക് കൊണ്ടുവരുന്നു. പാപത്തിൻ്റെ ശമ്പളം മരണം, ദൈവത്തിൻ്റെ കൃപാദാനമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. വിശുദ്ധ തിരുവെഴുത്തിൽ ഒരുപാട് പാപത്തെക്കുറിച്ച് കാണുവാൻ കഴിയുന്നുണ്ട്. ലോകത്തിൽ ഒരുപാട് പാപങ്ങളുടെ ലിസ്റ്റുകൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. വേദപുസ്തകം പറയുന്ന ആ പാപങ്ങളുടെ ലിസ്റ്റ് ഇന്ന് രാത്രി നമ്മുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരണം. വാക്യങ്ങൾ എടുക്കുന്നില്ല, വേഗത്തിൽ ഞാൻ ആ ഭാഗമെന്ന് പറയാം. ലോകത്തിൽ മലീമസമായ ലോകത്തിന്റെ താൽക്കാലിക സുഖമോക ഭോഗങ്ങളിൽ രസിച്ചും സുഖിച്ചും പുളച്ചും മുൻപോട്ട് പോകുന്നവർ പാപത്തിലാണ്ട് കിടക്കുകയാണ്. അത് പാപത്തിന്റെ ലിസ്റ്റാണ്. ഈ ലോകത്തിലെ പുകവലിയും മദ്യപാനവും ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും ജഡത്തിന്റെ ദുർനടപ്പും എന്ന് വേണ്ട, ഇതെല്ലാം പാപത്തിന്റെ ലിസ്റ്റിലേക്ക് വരുന്നതാ. പക്ഷെ ഇന്ന് രാത്രി അതിൽ നിന്ന് അല്പം വ്യത്യസ്തമായ പാപത്തിന്റെ ചില ലിസ്റ്റുകൾ ഇന്ന് എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവജനത്തിന്റെ ഹൃത്തടങ്ങളിലേക്ക് ഞാൻ കൊണ്ടുവരട്ടെ. ഒന്ന്, ഞാൻ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ ദൈവത്തോട് പാപം ചെയ്യുന്നു എന്നൊരു വാക്യം വേദപുസ്തകത്തിലുണ്ട്. രണ്ട്, കൂട്ടുകാരനെ നിന്ദിക്കുന്നതിനാൽ ഞാൻ യഹോവയോട് പാപം ചെയ്യുന്നു എന്ന് വേദപുസ്തകം പറയുന്നുണ്ട്. അന്യന് വേണ്ടി ജാമ്യം നിൽക്കുന്നതിനാൽ ഞാൻ ദൈവത്തോട് പാപം ചെയ്യുന്നു എന്നൊരു വാക്യം വേദപുസ്തകത്തിലുണ്ട്. മുഖപക്ഷം കാണിക്കുന്നതിനാൽ ഞാൻ യഹോവയോട് പാപം ചെയ്യുന്നു എന്ന് കർത്താവിൻ്റെ വചനത്തിനകത്ത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഗർവമുള്ള കണ്ണും അഹങ്കാര ഹൃദയവും ദുഷ്ടന്മാരുടെ ദീപവും യഹോവയ്ക്ക് പാപം തന്നെ എന്ന് വേദപുസ്തകം പറയുന്നു. 1, 2, 3 ഇങ്ങനെ അക്കമിട്ട് എണ്ണി പോയാൽ പാപത്തിന്റെ ഒരു വലിയ നീണ്ട ലിസ്റ്റ് കാണുവാൻ കഴിയും. പക്ഷേ ഇതെല്ലാം കൂടെ കാച്ചിക്കുറുക്കി മനോഹരമാക്കി ഒരു ക്യാപ്സൂൾ പരുവത്തിൽ ഇന്ന് രാത്രിയിലെ സമയപരിധിക്കകത്ത്
ഇതിനകത്ത് എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കേണ്ടതുള്ളത് കൊണ്ട് രണ്ട് പാപങ്ങൾ, അല്പം കൂടെ സമയം ലഭിച്ചാൽ മൂന്നാമത്തെ പാപം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുവാൻ ഇന്ന് രാത്രി ആഗ്രഹിക്കുകയാണ്. ഒട്ടും സമയം എനിക്ക് അനുവദിക്കപ്പെട്ട സമയത്തിൽ നിന്ന് മുൻപോട്ട് പോകില്ല. ഞാൻ വേഗത്തിൽ പറയട്ടെ. ഒന്നാമത്തെ പാപം എന്ന് പറയുന്നത് പുറപ്പാട് പുസ്തകത്തിനകത്ത് ഫറവോൻ പറയുന്ന ഒരു കാര്യമാണ്. എന്താ ഫറവോൻ പറയുന്നത്? ഇപ്പോൾ ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു. ഫറവോൻ പറയുകയാണ്, മിസ്രൈമി രാജാവായ ഫറവോൻ പറയുകയാണ്, ഇപ്പോൾ ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു. എന്താണ് ഫറവോൻ യഹോവയോട് ചെയ്ത പാപം? ഫറവോൻ യഹോവയോട് ചെയ്ത പാപം വേറൊന്നുമല്ല, ഒറ്റ പാപം. ആരാധിക്കാൻ ജനത്തെ വിട്ടയച്ചില്ല. ആരാധിക്കാൻ ജനത്തെ വിട്ടയക്കാതിരുന്നത് ഫറവോൻ ദൈവത്തോട് ചെയ്ത പാപമാണെങ്കിൽ, അതിൻ്റെ മറുഭാഗം കൂടെ ഞാൻ പറയാം. ആരാധിക്കാൻ വിളിക്കപ്പെട്ടവർ ദൈവത്തെ ആരാധിക്കാതിരിക്കുന്നതും പാപമാണ്. അത് പറഞ്ഞപ്പോൾ ഒരു സ്തോത്രം വന്നു. ആരാധിക്കാൻ വിട്ടയക്കാതിരിക്കുന്നത് പാപമാണെന്ന് പറഞ്ഞപ്പോൾ അത്രയും ഘനമില്ലായിരുന്നു. പക്ഷെ ആരാധിക്കാതിരിക്കുന്നത് പാപമാണെന്ന് പറഞ്ഞപ്പോൾ സ്തോത്രം വന്നു. ഇതാണ് നമ്മുടെ കുഴപ്പം. ഈ പണ്ട് പിള്ളേർക്കിലൊക്കെ ഈ ഇട്ടുകൊണ്ട് നടക്കുന്നൊരു ഷൂ ഉണ്ടായിരുന്നില്ല, ഈ നടക്കുമ്പോൾ ഒച്ച കേൾക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒച്ച കേൾപ്പിച്ചുകൊണ്ടിരിക്കണം. അത് ഇവിടെ നമ്മളിങ്ങനെ ഇവിടെ നിൽക്കുന്ന ആൾക്കാരിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഏലയിട്ട് കൊടുത്താലേ നമ്മളിങ്ങനെ അറിയാൻ സുധിക്കുകയുള്ളൂ. പക്ഷേ അങ്ങനെയല്ല. ആരാധന എന്താണെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർ, ഞാൻ നിങ്ങളെ ആരാധിപ്പിക്കാൻ വന്നതല്ല, നിങ്ങളെ സ്തുതിപ്പിക്കാൻ വന്നതല്ല, നിങ്ങളെ കൊണ്ട് സ്തോത്രം പറയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവരവർക്ക് ബോധ്യമുണ്ടെങ്കിൽ, അവരവർക്ക് തോന്നുന്നെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിച്ചാൽ മതി. അവർ ദൈവത്തെ ആരാധിച്ചാൽ മതി. എന്തിനാണ് ദൈവത്തെ സ്തുതിക്കുന്നത്, എന്തിനാണ് ദൈവത്തെ ആരാധിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ പാപം മറക്കരുത്, ആരാധിപ്പാൻ ജനത്തെ വിട്ടയച്ചില്ല. ഈ രാത്രി ശബ്ദം ശ്രവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ജാതിയുടെ മതത്തിന്റെയും വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും സമുദായത്തിന്റെയും പാരമ്പര്യത്തിന്റെയും അൾത്താരുകളുടെയും കുരിശിന്റെയും കുരിശടികളുടെയും എന്ന് വേണ്ട യാഗ ജപ യോഗ ഇന്നിത്യാദി കാര്യാദികളുടെ പേരിൽ മനുഷ്യനെ മതത്തിന്റെ കനത്ത കൽത്തുറുങ്കിനകത്ത് തടച്ചു വെച്ച് അധികാര വൃന്ദങ്ങളുടെ അധികാര കസേരയിട്ട് അധികാരം പ്രയോഗിച്ചുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ കാവൽ ഭടന്മാരായി നീതി നിഷേധികളായി നിലനിൽക്കുന്ന ഒരുപാട് നേതാക്കന്മാർ ഈ കാലഘട്ടത്തിൽ ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, ആരാധനയ്ക്ക് വേണ്ടി കൊതിക്കുന്ന ദൈവത്തിന്റെ ജനത്തിന്റെ ആരാധന സ്വാതന്ത്ര്യത്തെ നഷ്ടപ്പെടുത്തി മതത്തിന്റെയും സമുദായത്തിന്റെയും പാരമ്പര്യത്തിന്റെയും കനത്ത കൽത്തുറുങ്ങിനകത്ത് അവരെ അടച്ചു വെച്ചിട്ട് വെല്ലാത്ത പ്രമാണങ്ങളുടെ ഇരുമ്പടികൾ കൊണ്ട് വലയം തീർത്ത് അകത്ത് പിടിച്ചിടുന്ന ന്യായപ്രമാണത്തിന്റെ കാവൽപ്പടന്മാരോട്, ഈ കാലഘട്ടത്തിലെ ആധുനിക ഫറവോന്മാരോട് ഇന്ന് രാത്രി ദൈവാത്മാവ് ദൂതി പറയുന്നു, ഫറവോന്റെ അരമനയുടെ മേൽ ദൈവത്തിന്റെ ന്യായവിധി ഇറങ്ങി വന്നതുപോലെ നിന്റെ ഭവനത്തിലും നിന്റെ അരമനയിലും ദൈവിക ന്യായവിധിയുടെ സമയം അതിക്രമിച്ചെന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് ശക്തിയോടെ ദൂത് പറയുന്നു. ദൈവത്തെ ആരാധിക്കു വേണ്ടി ആഗ്രഹിക്കുന്ന ജനത്തെ വെല്ലായ്മകൾ കൊണ്ട് തളച്ചിടുവാനല്ല, പാരമ്പര്യത്തിന്റെ ചങ്ങല കൊണ്ട് ബന്ധിക്കുവാനല്ല. ഇന്ന് രാത്രി ആരാധനയ്ക്ക് കൊതിക്കുന്നവനെ, ആരാധന ഇഷ്ടപ്പെടുന്നവനെ, ആരാധനയ്ക്ക് ഹൃദയത്തിൽ പുളകമുള്ളവനെ ഇന്ന് രാത്രി പുറത്തുവിടുവാൻ സത്യസുവിശേഷം ശക്തമായി ഇന്ന് രാത്രി ആലോചന പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ അത്രയും ഭാഗം പറഞ്ഞ ഭാഗത്ത് നിന്ന് മുൻപോട്ട് പോവുകയാണ്. ആരാധന അത് ജീവിതത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ആരാധിക്കാൻ വിളിക്കപ്പെട്ടവർ ഇന്ന് രാത്രി എൻ്റെ മുൻപിൽ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ആരാധനയ്ക്ക് വിളിക്കപ്പെട്ടവരാ. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് നമ്മുടെ ആരാധനകളൊക്കെ എവിടെയാണ് നിൽക്കുന്നത്? സാഹചര്യം എന്ന അലരി വൃക്ഷങ്ങളിൽ നിശബ്ദമായി തൂക്കിയിട്ടിരിക്കുന്ന കിന്നരങ്ങളല്ലേ ഇന്ന് നമ്മുടെ ആരാധനകൾ? ബാബേൽ നദികളുടെ തീരത്ത് കിന്നരം തൂക്കിയിട്ട് അലർവൃക്ഷങ്ങൾ തൂക്കിയിട്ട് മാറിയിരുന്ന് കരഞ്ഞവരെ പോലെ സാഹചര്യം എന്ന അലർവൃക്ഷങ്ങളിൽ ജീവിതത്തിന്റെ ആരാധന എന്ന കിന്നരത്തെ തൂക്കിയിട്ടുകൊണ്ട് ജീവിതത്തെ നോക്കി കരഞ്ഞും വിലപിച്ചുകൊണ്ടിരിക്കുന്നവർ ഇന്ന് രാത്രി ഒരു മടങ്ങിവരവിന് തയ്യാറാകണം. അലർവൃക്ഷങ്ങളിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ എണ്ണ പകർന്ന് ആ കിന്നര കമ്പുകളിൽ അതിനെ പകർന്നു കൊടുത്തുകൊണ്ട് ആരാധനയുടെ ശബ്ദം ഭക്തന്റെ നാവുകളിൽ നിന്ന് പുറത്തേക്ക് വരട്ടെ എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ശക്തമായി ആരാധന പറയുക. ആകുല ചിത്തരായി, ആലംബഹീനരായി,
അഴലുന്ന ആത്മാക്കൾക്ക് പരിഹാരത്തിനുള്ള സിദ്ധൌഷധമാണ് ആരാധനയും പ്രാർത്ഥനയുമെങ്കിൽ ഇന്ന് രാത്രി അത് ഉപയോഗിക്കുന്ന ദൈവജനത്തെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ മഹത്വം കയറ്റുകയാണ്. അപ്പോൾ ശരിയായ ആരാധന എന്താണെന്ന്, വ്യക്തമായ ആരാധന എന്താണെന്ന് ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞുകൊണ്ട് ആരാധന ചെയ്യുന്ന രീതികൾ ഇന്ന് വ്യത്യാസമാണെങ്കിൽ ഒരു മടങ്ങി വരവിന് ഇത് കേൾക്കുന്ന ശ്രോതാക്കൾ തയ്യാറാകട്ടെ. അതുകൊണ്ട് ഇന്ന് രാത്രി അങ്ങനെ ഒരു മാനസാന്തരം ഉണ്ടാകുന്നെങ്കിൽ, ഒരു മടങ്ങി വരവ് ഉണ്ടാകുന്നെങ്കിൽ ഇന്ന് രാത്രിയിലെ പ്രഭാഷണം കൊണ്ടും ഈ യോഗം കൊണ്ടും ഞങ്ങൾ സംതൃപ്തരായി തീരുകയാണ്. സ്നേഹിത, ആരാധന എന്ന് ചോദിച്ചാൽ ഉടനെ നമ്മൾ പറയും, അയ്യോ ബ്രദറെ അല്ലെങ്കിൽ പാസ്റ്ററെ, ആരാധന അങ്ങ് ചുമ്മാ അങ്ങ് ചെയ്യാൻ പറ്റുമോ? ആരാധിപ്പാൻ ഒരാലയം വേണ്ടേ? വേണം. ആരാധിപ്പാൻ പുരോഹിതൻ വേണ്ടേ? വേണം. ആരാധിപ്പാൻ യാഗപീഠം വേണ്ടേ? വേണം. ആരാധിപ്പാൻ യാഗവസ്തു വേണ്ടേ? വേണം. ആരാധിപ്പാൻ അന്തരീക്ഷം വേണ്ടേ? വേണം. ആരാധിപ്പാൻ ആലയം വേണം. ഒന്ന്, പഴയ നിയമ ആരാധനയിൽ അഹരോന്യ പൗരോഹിത്യത്തിൽ നിൽക്കുന്ന സകല ആരാധനയ്ക്കകത്ത് ആലയത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ആരാധനിക്കുവാൻ ആലയം വേണം. എന്നാൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവജനത്തോട്, എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാവിനോട് ഞാൻ വിളിച്ചു പറയട്ടെ, ഇന്ന് നമ്മൾ നിൽക്കുന്ന സർവശക്തനായ ദൈവത്തെ ആരാധിക്കുമ്പോൾ തിരിച്ചറിയണം, നമ്മൾ തന്നെയാണ് സാക്ഷാൽ ദൈവത്തിൻ്റെ ആലയം എന്ന് തിരിച്ചറിയണം. വചനം ഇങ്ങനെയാ പറയുന്നത്, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയം എന്നും ദൈവത്തിന്റെ മന്ദിരമെന്നും അറിയുന്നില്ലയോ? ദൈവത്തിന്റെ ആലയത്തെ, ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ഞാനും നശിപ്പിച്ചു കളയും. കണ്ടോ സ്നേഹിത? അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നീ കെട്ടിയുണ്ടാക്കിയ മട്ടുപ്പാവിലും കോട്ടക്കൊത്തളങ്ങളിലും കണ്ണാടിക്കൂടുകളിലും ഉത്രിംഗ ശൃംഗങ്ങളിലും അല്ല സാക്ഷാൽ ദൈവം വസിക്കുന്നത്. ആ ദൈവത്തെ ആരാധിക്കാൻ ആലയം തേടിയല്ല നീ പോകേണ്ടത്. ഇന്ന് രാത്രി കൈലിയുടുത്ത, മുണ്ടുടുത്ത, പാൻറിട്ട, സാരിയുടുത്ത, ചുരിദാറിട്ട സഹോദരി സ്നേഹിത, നിന്റെ ശരീരമാണ് ദൈവത്തിന്റെ ആലയമെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയ. നീ കാണുന്ന സൗധങ്ങളല്ല കേട്ടോ ആലയം, നീയാണ് സാക്ഷാൽ ദൈവത്തിന്റെ ആലയം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പോൾ ഈ സാക്ഷാൽ ദൈവത്തിന്റെ ആലയമായ ശരീരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുമെങ്കിൽ ഈ ശരീരത്തിനകത്തേക്ക് ആവശ്യമില്ലാത്ത കാര്യാദികൾ കുത്തിക്കയറ്റിയാൽ അത് ദൈവത്തിൻ്റെ ആലയമായി തീരുകയോ? ഇല്ല. നമ്മുടെ നാടിനെ പറയുന്ന പേര് തന്നെ ദൈവത്തിൻ്റെ സ്വന്തം നാടാണെന്നാണ്. പക്ഷേ നാട്ടിലെ രീതികളും പദ്ധതികളും കണ്ടാലേ അറിയാം അതെന്നേ നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഇത് പിശാചിൻ്റെ സ്വന്തം നാടാണ്. ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നൊക്കെ പേര് പോയി. അതൊന്നും പറയാൻ പറ്റില്ല. പിന്നെ വണ്ടിയിലൊക്കെ അങ്ങ് എഴുതി വെച്ചങ്ങ് സംതൃപ്തി അടയുന്നെന്നുള്ളേ ഉള്ളൂ. നമ്മുടെ ആൾക്കാർ എഴുതിക്കുന്നത് ഗിഫ്റ്റ് ഓഫ് ഗോഡ്, ഗിഫ്റ്റ് ഓഫ് ഗോഡ്. മറ്റുള്ളവരെല്ലാം എഴുതും ഗോഡ്സ് ഓൺ കൺട്രി. വിശ്വാസികളായി നമ്മളെല്ലാം എഴുതും ഗിഫ്റ്റ് ഓഫ് ഗോഡ്. പക്ഷേ അത് യാഥാർത്ഥ്യമാണോ തിരിച്ചറിയണം. ഞാൻ ആ ഭാഗത്തേക്ക് ഒരു പൊതുയോഗമായതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. സാക്ഷാൽ ദൈവത്തിൻ്റെ ദാനം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ആ ദൈവത്തിൻ്റെ മഹത്വം കൊടുത്ത് സാക്ഷാൽ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ ഘനീകരിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികളോട് വിട പറഞ്ഞുകൊണ്ട് മുൻപോട്ട് യാത്ര ചെയ്യുവാൻ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായ ആലോചന പറയുന്നു. സ്നേഹിത, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ഒട്ടനവധി സ്നേഹിതന്മാർ അവിടെ ഇവിടങ്ങളായി ഈ ശബ്ദം ശ്രവിക്കുന്നുണ്ട്. നീ വലിക്കുന്ന പുകയില ഉൽപ്പന്നങ്ങൾ, നീ കുടിക്കുന്ന ലഹരി പദാർത്ഥങ്ങൾ, അതൊന്നും നിന്റെ ജീവിതത്തെ നന്മയിലേക്ക് നയിക്കുന്നതല്ല, അത് ശിക്ഷയിലേക്കും മരണത്തിലേക്കും നയിക്കുന്ന യാഥാർത്ഥ്യമാണെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് നിന്റെ ശരീരം ദൈവത്തിന്റെ ആലയമാണെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയണം. അതിനുള്ളിലേക്ക് ലോകത്തിന്റെ താൽക്കാലിക സുഖമോക ഭോഗങ്ങളെ തിരികെ കയറ്റി സായുജ്യമടയാൻ ശ്രമിക്കരുത്. സ്തോത്രം. 1992 ഒരു വലിയ സംഭവം നടന്നു. ഡൽഹിയിലെ ഒരു തിയേറ്ററിൽ ഒരു ഹിന്ദി ചലച്ചിത്രം റിലീസാകുന്നു. അതിൻ്റെ പേര് ബോർഡർ. ആ ഹിന്ദി ചലച്ചിത്രത്തിൻ്റെ ഉള്ളിലുള്ളൊരു മനോഹരമായ ഗാനം വളരെ നാളുകൾക്ക് മുൻപ്, ചിത്രം റിലീസാകുന്നതിന് മുൻപ് ഹിറ്റായി. ആ ഗാനം ഇങ്ങനെയാണ്: സന്ദേശ ആത്താ ഹേ ഹമേ തട് പത്താ ഹേ കർക്കബ് ആവോ ഹേ എന്നാരംഭിക്കുന്നതാണ് ആ ഹിന്ദി ഗാനം. അർത്ഥം, എപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ചെന്നു ചേരും, എന്ന് ഞാൻ എൻ്റെ നാട്ടിൽ ചെന്നെത്തും. ഇന്ത്യൻ ആർമിയുടെ പശ്ചാത്തലത്തിൽ ക്രമീകരിച്ച ആ ചിത്രം റിലീസാകുന്ന അന്ന് ദക്ഷിണ ഡൽഹിയിലെ ഉപഹാർ തിയേറ്ററിന് മുൻപിൽ വലിയ പുരുഷാരമുണ്ടായി. കരിഞ്ചന്തയിൽ കിട്ടിയ വിലയ്ക്ക് ടിക്കറ്റ് വാങ്ങി അകത്ത് കയറിയവർ
ബാക്കി പുറത്തു നിന്ന് ആ പുരുഷാരത്തെ പിരിച്ചുവിടുവാൻ ഡൽഹി പോലീസിനെന്ന് ലാത്തിച്ചാർജ് നടത്തേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇത് പത്രം റിപ്പോർട്ട് ചെയ്ത കാര്യമാണ്. എന്നാൽ എപ്പോൾ എൻ്റെ വീട്ടിൽ ചെന്നു ചേരും എന്ന് ഞാൻ എൻ്റെ നാട്ടിൽ ചെന്നെത്തും എന്ന ഗാനത്തിൽ ആകൃഷ്ടരായി തിയേറ്ററിൻ്റെ അകത്ത് കയറിയിരുന്ന ആളുകൾ ചിത്രം തുടങ്ങി 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഉപഹാർ തിയേറ്ററിന് തീ പിടിച്ചു. നിരവധി ആളുകൾ 60, 65, 70% തീപ്പൊള്ളലേറ്റവരായി. നിരവധി ആളുകളെ ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു. നിരവധി ആളുകൾ തൽക്ഷണം വെന്തു മരിച്ചു. സ്നേഹിത, എന്താ ഞാൻ പറഞ്ഞത്? എപ്പോൾ എൻ്റെ നാട്ടിൽ ചെന്നു ചേരും എന്ന് എൻ്റെ വീട്ടിൽ ഞാൻ എത്തും എന്ന ഗാനത്തിൽ ആകൃഷ്ടരായി തിയേറ്ററിനുള്ളിൽ കയറിയ പലരും ജീവനോടെ അന്ന് രാത്രി അവിടെ വീടുകളിൽ എത്തിയില്ല. അവരുടെ നാട്ടിൽ എത്തിയതോ തിരിച്ചറിയാനാത്ത കത്തിക്കരിഞ്ഞ കുറച്ച് ചാമ്പൽ കൂമ്പാരം മാത്രമാ നിലവിളിയോടെ നാട്ടുകാർ ഏറ്റുവാങ്ങിയത്. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം എന്താ? ലോകത്തിന്റെ മലീമസ് കൂട്ടുകൾ കൊണ്ട് സാക്ഷാൽ ദൈവത്തിന്റെ ആലയമായ മനുഷ്യ ശരീരത്തെ സുഖിപ്പിക്കുവാനും രസിപ്പിക്കുവാനും ആഗ്രഹിച്ച് അതിനകത്തേക്ക് അവൻ തിരികെ കയറ്റി ദൈവത്തിന്റെ ആലയത്തെ നശിപ്പിച്ചാൽ പാപത്തിന്റെ ശമ്പളമായ നിത്യമരണത്തിലേക്ക് നീ വീണുപോകുമെന്ന് ഇന്ന് രാത്രി മറന്നു പോകരുത്. അതിന് പരിഹാരം ഒന്നേ ഉള്ളൂ. സാക്ഷാൽ യേശു കർത്താവിനെ നിന്റെ ഹൃദയത്തിനകത്തേക്ക്, ദേവാലയത്തിന്റെ യാഗപീഠമായ ആ ഹൃദയത്തിലേക്ക് രക്ഷകനായ യേശു ഇന്ന് രാത്രി ഇറങ്ങി വരട്ടെ. ആ കർത്താവ് ഇന്ന് രാത്രി ഹൃദയത്തിൽ ഇറങ്ങി വന്നാൽ പാപവിമോചനം ലഭിക്കപ്പെടുകയാണ് എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ആലോചന പറയുന്നത്. അപ്പോൾ ഒന്ന്, നമ്മുടെ ശരീരമാണ് ദൈവത്തിന്റെ ആലയം. ആ ആലയത്തെ ലോകത്തിന്റെ ഇമ്പങ്ങൾ കൊണ്ട് നശിപ്പിച്ച് കളയരുത് എന്ന് കർത്താവിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നു. 2, ഇതിന് ഒരു പുരോഹിതൻ വേണ്ടേ? യാഗം കഴിക്കുവാൻ പുരോഹിതൻ വേണ്ടേ? വേണം. അവൻ സാക്ഷാൽ പുരോഹിതൻ വേണം. ആരാണ്? നീളൻ കുപ്പായമിട്ട് നടുക്കെട്ട് കെട്ടി വട്ടത്തൊപ്പി വെച്ച വേഷഭൂഷാദികളുടെ അഹരോന്യ പൗരോഹിത്യത്തിന്റെ അകത്തളങ്ങളിൽ ധൂപക്കുറ്റി വീശുന്ന ശുശ്രൂഷകന്മാരായ പുരോഹിതന്മാരെയെ നമ്മൾ കണ്ടിട്ടുള്ളൂ. വെള്ളയുടുപ്പ് ധരിച്ച് ഫുൾ സ്ലീവ് ഇട്ട് കറുത്ത പാൻറിട്ട് ബൈബിൾ കൈ പിടിച്ച പാസ്റ്റർമാരുണ്ട് ഇവിടെ പുരോഹിതന്മാരായി. പക്ഷേ ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ, ആരാധന കഴിക്കുവാൻ ഇവരെ അല്ല അവൻ നാം കണ്ടെത്തേണ്ടത്. പിന്നെ ആരാണ് സാക്ഷാൽ പുരോഹിതൻ? ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗം എന്ന് പറയുമ്പോൾ സാക്ഷാൽ നിന്റെ ആരാധന അവൻ നീ എന്ന പുരോഹിതൻ തന്നെ ദൈവസന്നിധിയിൽ കഴിക്കുവാനാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ആലോചന പറയുന്നത്. അപ്പോൾ ആലയം നമ്മളാണ്. 2, പുരോഹിതൻ എന്ന് പറയുന്നത് കർത്താവിനെ രക്ഷകനും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിച്ച അവൻ പാപവിമോചനം പ്രാപിച്ച ഓരോ ദൈവജനവും ഓരോ മനുഷ്യരും ദൈവത്തിന്റെ പുരോഹിതന്മാരാണ് എന്ന് കർത്താവിന്റെ വചനം പറയുന്നു. തീർന്നില്ല, യാഗവസ്തു വേണ്ടേ? എന്താണ് യാഗവസ്തു? അവൻ കൊണ്ടുവന്ന് നിർത്തി ഊനമില്ലെന്ന് സർട്ടിഫൈ ചെയ്ത് മുദ്രയിട്ട അവൻ പെൺകുഞ്ഞാടോ ആൺകുഞ്ഞാടോ ചെമ്മരിയാടോ ആട്ടുകൊറ്റനോ പ്രാക്കുഞ്ഞോ ഏതുമാകട്ടെ പഴയ നിയമത്തിന്റെ ആരാധന രീതികൾ അങ്ങനെ പുറത്തു വരുമ്പോൾ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, അവൻ കൊണ്ടുവന്ന് ഊനമില്ലാത്തതിനെ തെരഞ്ഞെടുത്ത് കടുത്തറുത്ത് തോലുരിച്ച് യാഗപീഠത്തിൽ വെച്ച് യാഗാഗ്നി പകരുമ്പോൾ ഇന്ന് രാത്രി അത് പഴയ നിയമത്തിന്റെ ആരാധനയുടെ യാഗമായി നിലനിൽക്കുമ്പോൾ സാക്ഷാൽ ഇന്ന് രാത്രി പുതിയ നിയമത്തിനകത്ത് നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയട്ടെ, സാക്ഷാൽ പുരോഹിതൻ നാം ആണെങ്കിൽ, സാക്ഷാൽ ആലയം അവൻ ദൈവജനമാണെങ്കിൽ, സാക്ഷാൽ യാഗവസ്തു നീ തന്നെയാണെന്ന് ഇന്ന് രാത്രി വചനം പറയുന്നു. സ്നേഹിത, നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന്റെ വിശുദ്ധിയും പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുവീൻ എന്ന കർത്താവിന്റെ വചനം വിളിച്ചു പറയുന്നു. കണ്ടോ, നമ്മുടെ ശരീരം തന്നെയാണ് കർത്താവിന്റെ യാഗവസ്തുവായി മാറുന്നത്. ശ്രദ്ധിക്കണമേ, എന്താണ് ആരാധന എങ്ങനെയാണ് കഴിക്കുന്നത്? ആരാധനയുടെ മാനദണ്ഡങ്ങൾ എന്താ? അതാണ് ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കുന്നത്. 1, ആലയം വേണം, ആലയം നമ്മളാണ്. പുരോഹിതൻ വേണം, പുരോഹിതൻ നമ്മളാ. യാഗവസ്തു വേണം, യാഗവസ്തു നമ്മളാ. അടുത്തത്, ഒരു അന്തരീക്ഷം വേണ്ടേ? ഈ മുമ്പ് പറഞ്ഞ 3 ഇല്ലേലും ഇപ്പൊ ഞാൻ പറഞ്ഞ ആ അന്തരീക്ഷം ഉണ്ടെങ്കിൽ നമ്മൾ അറിയാതെ തുള്ളും, അറിയാതെ ആരാധന വരും. നമ്മൾ കണ്ടില്ല, ചില ആരാധനയ്ക്കൊക്കെ പോയിട്ട് ഇറങ്ങി വരുമ്പോൾ ആരാധന എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കുമ്പോൾ ചിലർ പറയും, ഇന്നത്തെ ആരാധന അങ്ങോട്ട് മൂത്തില്ല, ഇന്നത്തെ ആരാധനയ്ക്ക് വലിയ ഇതില്ലായിരുന്നു പറയും. എന്താ സാഹചര്യം ശരിയായില്ലെന്നതിൻ്റെ അർത്ഥം. ഇത് ഞാനൊരാളെ പരിചയപ്പെടുത്താം. കൂട്ടിനാരും ഇല്ല. ഈജിയനാഴി അവിരാമം അടിച്ചുയർത്ത് നലമാലകൾ തെറിപ്പിക്കുന്ന ജലഗണങ്ങളാൽ തുഷാരവർഷ സമാനമായ പത്മോസിന്റെ പശ്ചാത്തലത്തിൽ
ഒരു മനുഷ്യൻ നിൽക്കുന്നു, അവൻ്റെ കൂടെ ആരാധിക്കാൻ ആരുമില്ല. അവിടുത്തെ ആകെ ശബ്ദം അവിടെ അടിച്ചുയരുന്ന തിരമാലകളുടെ ഹുങ്കാര ശബ്ദമാണ് ഒന്ന് അകമ്പടിക്ക്. രണ്ട്, ഈ മനുഷ്യൻ്റെ പച്ച ശരീരം കൊത്തിവലിക്കുവാൻ ആകാശ വീജികളിൽ ചിറകടിച്ചു വട്ടമിട്ട് അവൻ പറക്കുന്ന കഴുകൻ്റെ ചിറകടി ശബ്ദമാണ് മറ്റൊന്ന്. അവൻ കൂടെ അടിക്കുവാൻ തമ്പേറില്ല, കീബോർഡില്ല, മറ്റൊരു വസ്തുതയില്ല. ഇതൊന്നും വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, ഇതെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ പറയുന്നത് ആരാധനയുടെ അന്തരീക്ഷം ഇരിക്കുന്നത് ഇതിനകത്തല്ല കേട്ടോ. ഇന്ന് രാത്രി അത് തിരിച്ചറിയുന്നവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. അവിടെ അടിക്കാൻ തമ്പേറില്ല, അവിടെ വായിക്കാൻ കീബോർഡില്ല, അവിടെ മറ്റൊന്നുമില്ല. പിന്നെ അവിടെ എന്താണെന്നറിയാമോ? കഴുകൻ കൊത്തിവലിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടുന്ന തലയോടുകൾ, പല്ലിളിച്ച് കിടക്കുന്ന തലയോടുകളും ചിതറിക്കിടക്കുന്ന അസ്ഥിക്കഷണങ്ങളും മാത്രമാണ് അപ്പോസ്തലനായ യോഹന്നാന്റെ മുമ്പിൽ ആരാധനയുടെ അന്തരീക്ഷത്തെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അവിടെ ഇങ്ങനെ വചനം എഴുതിയിരിക്കുന്നത്, ആ കർത്തൃ ദിവസത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ ആത്മവിവശതയിലായി. കണ്ടോ, ആത്മവിവശതയിലായി യോഹന്നാൻ ദർശിച്ചൊരു മഹാദർശനമുണ്ട്. ആ ദർശനം എന്താ? ഇന്ന് രാത്രി തിരിച്ചറിയുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അന്തരീക്ഷം നോക്കി ആരാധിക്കാത്തവന്, സാഹചര്യങ്ങളെ നോക്കി ആരാധിക്കാത്തവന്, ജീവൻ തന്ന ദൈവത്തിന് ഹൃദ്യമായ യാഗം അവൻ അതരപുടങ്ങളിൽ നിന്ന് ഹൃദയം നിറഞ്ഞു കവിയുന്നത് അർപ്പിക്കുന്നവന്റെ മുൻപിൽ ഇന്ന് രാത്രി തേജോമയനായ ദൈവം പ്രത്യക്ഷപ്പെടുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായ ആലോചന പറയുന്നു. കണ്ടോ, യോഹന്നാൻ ദർശനം കാണുന്നു. ആ ദർശനം എന്താണ്? അവൻ ശരിക്കൊക്കെ ഹിമാലയത്തിൽ ഉറഞ്ഞ അവൻ ഹിമരാശിക്ക് സമാനമായ ധവളമിയാർന്ന കേശഭാരവും ശരത്കാല മധ്യാഹ്ന സഭാദർശനമായ വദനവും അരുളപ്പാടുകൾ കൊണ്ട് ഇരുപാർശ്വവും മൂർച്ചയേറി തിളങ്ങുന്ന ഹഡ്ക നിർഗളിത താരവും ജലനിർദ്ധരി നിർഗളിത സമാന ശബ്ദവും മൃത്യുപാതാളാദികളുടെ കവാടത്തിന്റെ താക്കോലുകൾ വഹിക്കുന്ന ആണിപ്പാടേറ്റ പാണിദ്വയവും അവൻ വെള്ളോലയിൽ അവൻ ചുട്ടുപഴിപ്പിച്ച അവൻ വെള്ളോടിന് സദൃശമായ പാദയുഗ്മം കൊണ്ട് അവൻ നിലയങ്കി ധരിച്ചവനായി പങ്കമില്ലാത്ത തങ്ക നിർമ്മിത സപ്തദീപങ്ങളുടെ നടുവിൽ ഉലാവുന്ന മനുഷ്യപുത്രന് സമനായവനെയാണ് സാക്ഷാൽ അന്തരീക്ഷമില്ലാതെ ആരാധിച്ച യോഹന്നാൻ കണ്ടതെങ്കിൽ ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ ആരാധിക്കുന്ന നിന്റെ കൺമുമ്പിൽ യേശുവിന്റെ സാന്നിധ്യം ഉണ്ട് കേട്ടോ. സൗഖ്യമാക്കുന്ന, വിടുവിക്കുന്ന, രക്ഷിക്കുന്ന എന്റെ യേശുവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ഇവിടെ ഉണ്ട്. സ്തോത്രം. ആരാധനയുടെ അനുഭവം അറിഞ്ഞ് ആരാധിക്കുന്ന ദൈവജനത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. വിശ്വസ്തയോടെയാണ് ആരാധനയെങ്കിൽ, അന്തരീക്ഷം നോക്കാതെയാണ് ആരാധനയെങ്കിൽ അവിടെ പ്രസാദിച്ചിറങ്ങുന്നവൻ ആ സത്യദൈവം. ആ കൊടുമുടിയിലേക്ക് ഇന്ന് രാത്രി നിങ്ങളുടെ ശ്രദ്ധ ഞാനൊന്ന് കൊണ്ടുപോവുക. ഏതാ കൊടുമുടി? പേര് കർമ്മേൽ. ഇനി ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടിൽ മഞ്ഞും മഴയും ഉണ്ടാകില്ല എന്ന് ആഹാബ് രാജാവിന്റെ മുൻപിൽ ശക്തമായ ദൂത് പറഞ്ഞ ശക്തനായ പ്രവാചകൻ ബാലിന്റെയും അശേരയുടെയും 850 പ്രവാചകന്മാരെ വെല്ലുവിളിച്ചു. നിങ്ങൾ ആരാധിക്കുന്ന ദൈവം സത്യദൈവമെന്ന് തെളിയിക്കാൻ ഞാനൊരു അവസരം തരാം. എന്താ? കർമ്മേലിന്റെ കൊടുമുടിയിൽ ഉണ്ടാക്കുക യാഗപീഠം. ആ യാഗപീഠത്തിൽ ഒരുക്കി വെക്കുക യാഗവസ്തു. ആ യാഗപീഠത്തിന് മുൻപിൽ നിന്ന് ഉച്ചത്തിൽ പ്രാർത്ഥിക്കുക, ആരാധിക്കുക. സാക്ഷാൽ സത്യദൈവമാണെങ്കിൽ നിങ്ങളുടെ യാഗപീഠത്തിൽ തീയിറങ്ങട്ടെ. അവൻ വിശുദ്ധനായ ഭക്തനായ ഏലിയാവിന്റെ അധരങ്ങളിൽ നിന്നും പുറത്തേക്ക് വീണ ആ വാക്കുകളെ 850 പ്രവാചകന്മാർ ഏറ്റെടുത്തു. ആ വെല്ലുവിളി സ്വീകരിച്ചു. എന്താ വെല്ലുവിളി സ്വീകരിക്കാൻ കാരണം? അവർക്കറിയാം അവരുടെ യാഗപീഠത്തിൽ തീ ഇറങ്ങും. ഇതിനു മുൻപ് അവരുടെ യാഗപീഠത്തിൽ തീ ഇറങ്ങിയിട്ടുണ്ട്. അവൻ ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങൾ പോലെ തന്നെ സമാനമായ അത്ഭുതങ്ങൾ ചെയ്യുവാൻ മന്ത്രവാദികൾക്കും ആഭിചാര ക്ഷുദ്ര പ്രയോഗക്കാർക്കും കഴിയും. അത് വേദപുസ്തകത്തിൽ നമുക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ബാലിന്റെ പ്രവാചകർ ഭയപ്പെട്ടില്ല. ഏലിയാവിന്റെ വാക്ക് കേട്ടിട്ട് ഇതിനു മുൻപ് അവർ തീ ഇറക്കിയിട്ടുണ്ടായിരിക്കാം. ആ തീ ഇറക്കിയ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അവർ വെല്ലുവിളി ഏറ്റെടുത്തു. യാഗപീഠം ക്രമീകരിച്ചു, യാഗവസ്തു വെച്ചു. അവർ ആരാധിക്കുവാനും ഉച്ചത്തിൽ നിലവിളിക്കുവാനും തുടങ്ങി. പക്ഷേ അവിടെ സ്വർഗത്തിൽ നിന്ന് അഥവാ ഉയരത്തിൽ നിന്ന് തീ ഇറങ്ങി യാഗവസ്തുവിനെ ദഹിച്ചില്ല. എന്താ കാരണം എന്നറിയാമോ? ഇന്ന് രാത്രി അവൻ അഭിഷിക്തമായ ദൈവത്തിന്റെ ആലോചനയിൽ ഒരു ദൂത് ഞാൻ ദൈവജനത്തിന് കൈമാറാം. അവിടെ മന്ത്രവാദികളുടെ ആ വെല്ലുവിളികളുടെ നടുവിൽ അവിടെ യാഗപീഠത്തിൽ ആരാധനയുടെ അഗ്നി ഇറങ്ങാതിരുന്നതിന്റെ ഒറ്റ കാരണമേ ഉള്ളൂ. ഒറ്റ കാരണം ഇതാണ്: അഭിഷിക്തനായ ദൈവത്തിന്റെ ഭക്തനായ ഏലിയാവ് ദൈവപുരുഷൻ അവിടെ നിൽക്കുമ്പോൾ, വിശുദ്ധനായ പ്രാർത്ഥനാ മനുഷ്യനായ
ദൈവത്തെ മനസ്സു തുറന്ന് ആരാധിക്കുന്ന അഭിഷിക്തനായ കർത്തൃദാസൻ കർമ്മേലിന്റെ കൊടുമുടിയിൽ നിന്നപ്പോൾ അന്യാഗ്നിക്ക് അവിടെ ഇറങ്ങാൻ കഴിഞ്ഞില്ല. ബാലിതന്റെ അഗ്നി അയച്ചതാ, ബാശേരയുടെ അനുഭവം അഗ്നി അയച്ചതാ. പക്ഷെ അന്തരീക്ഷ മണ്ഡലങ്ങളിൽ അഗ്നി തട്ടിക്കളിച്ചതല്ലാതെ, അത് കെട്ടുനിന്നതല്ലാതെ, അന്തരീക്ഷത്തിൽ നിന്ന് ഒരുക്കി വെച്ച യാഗപീഠത്തിലേക്ക് ഇറങ്ങാൻ കഴിയാതിരുന്നത് പ്രാർത്ഥിക്കുന്ന ഭക്തനായ, ആരാധിക്കുന്ന ഭക്തനായ ഏലിയാവിന്റെ സാന്നിധ്യം അന്യാഗ്നി തിരിച്ചറിഞ്ഞു എന്നുള്ളതാ. ഇന്ന് രാത്രി നിന്റെ അധരപുടങ്ങളിൽ നിന്നും പുറത്തേക്ക് അടർന്നു വീഴുന്ന സ്തുതിസ്തോത്ര യാഗങ്ങളുടെ പ്രകരശേഷി മനസ്സിലാക്കുന്ന മന്ത്രവാദത്തിന്റെയും ആഭിചാരത്തിന്റെയും ക്ഷുദ്രപ്രയോഗങ്ങളുടെയും അനുഭവങ്ങൾ ഇന്ന് രാത്രി വിട്ടുമാറുന്ന രാത്രി എന്ന് അവർ ഭയത്തോടെ നിന്റെ ജീവിതത്തിൽ നിന്ന് മാറുന്ന രാത്രി എന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് ശക്തിയോടെ ദൂത് പറയുന്നു. വിശുദ്ധനായ മനുഷ്യന്റെ വിശുദ്ധിയുള്ള ഹൃദയത്തിൽ നിന്നും വിശുദ്ധനായ ദൈവത്തിലേക്ക് അടർന്നു വീഴുന്ന ബഹുമാനത്തിന്റെ മുത്തുകളാണ് ആരാധനയെങ്കിൽ ഇന്ന് രാത്രി ആരാധനയിൽ പ്രസാദിക്കുന്നവൻ നമ്മുടെ നടുവിലുണ്ട്. സ്തോത്രം, സ്തോത്രം. ഇനി അടുത്തൊരു ചോദ്യം കൂടെ ഉണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് അടുത്ത ഭാഗത്തേക്ക് പ്രവേശിക്കാം. അത് ചോദ്യം ഇതാണ്: ദൈവദാസനെ ആരാധിച്ചാൽ ബന്ധനം അഴിയൂ? ആരാധിച്ച് ബന്ധനം അഴിക്കാൻ പറ്റുമോ? മറുപടി ഞാൻ ഇങ്ങനെ പറയാം: ആരാധിക്കുമ്പോൾ ബന്ധനം അഴിയും, പക്ഷെ ബന്ധനം അഴിയാൻ വേണ്ടി ആരും ആരാധിക്കരുത്. സ്തോത്രം വരത്തില്ല എന്നറിയാം. ആരാധിച്ച് കെട്ടുകൾ പൊട്ടിക്കാമെന്ന് ആരും വിചാരിച്ച് ആരാധിക്കരുത്. എന്നാൽ ആരാധനയിൽ കെട്ടുപൊട്ടും, ആരാധനയിൽ ബന്ധനം വഴിയും, ആരാധനയിൽ രോഗസൗഖ്യമാകും. പക്ഷെ രോഗസൗഖ്യമാകാൻ വേണ്ടി ആരാധിക്കരുത്. ആരാധന എന്താണെന്ന് അറിയണം. അതാ ഞാൻ പറഞ്ഞ വിശുദ്ധനായ മനുഷ്യന്റെ വിശുദ്ധിയുള്ള ഹൃദയത്തിൽ നിന്നും വിശുദ്ധനായ ദൈവത്തിലേക്ക് അടർന്നു വീഴുന്ന ബഹുമാനത്തിന് മുത്തുകളാണ് ആരാധന. ഒന്നുകൂടെ വിശദീകരിച്ച് പറഞ്ഞാൽ, ജീവൻ നൽകാൻ ഇങ്ങോട്ട് കുനിഞ്ഞ ദൈവത്തിന് നന്ദി പറയാൻ നമ്മൾ അങ്ങോട്ട് കുനിയുന്നതാണ് പ്രൊസ്കൂനിയോ ആരാധന. വീണു നമസ്കരിക്കുക, അതാണ് യഥാർത്ഥ ആരാധന. ഇന്ന് രാത്രി എന്തെങ്കിലും നേടാൻ ആരും ആരാധിക്കരുത്, എന്തെങ്കിലും പ്രാപിക്കാൻ ആരും ആരാധിക്കരുത്. പക്ഷേ നീ ആരാധിച്ചാൽ ചിലത് നേടും, നീ ആരാധിച്ചാൽ ചിലത് പ്രാപിക്കും, നീ ആരാധിച്ചാൽ ചിലപ്പോൾ ബന്ധനങ്ങൾ അഴിയും. അത് ദൈവത്തിന്റെ ഹിതമെന്നിൽ ഇന്ന് രാത്രി ആരാധനയുടെ ആ നല്ല അനുഭവങ്ങളെ തിരിച്ചറിഞ്ഞ് ആരാധിക്കുന്ന ദൈവജനത്തെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ മഹത്വം കയറിയിട്ട് ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് തെളിയിച്ചിട്ട് പോകാം. അപ്പോസ്തലന്മാർ കാരാഗൃഹത്തിൽ ആരാധിച്ചു. കൈകാലുകളെ ബന്ധനത്തിലാക്കി ചങ്ങലയിട്ട് പൂട്ടിയിട്ടാണ് അവരെ അകത്തിട്ടിരിക്കുന്നത്. അവർ കിടക്കുന്ന കാരാഗൃഹത്തിന്റെ മുൻപിൽ ഇരുമ്പ് വാതിൽ കൊണ്ട് അടച്ചു. അതിന് മുൻപിൽ 4 പേരുള്ള കാവൽ കൂട്ടങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. കണ്ടോ, 3 ബന്ധനങ്ങൾ: ഒന്ന് ശരീരത്തിൽ ചങ്ങല, 2 മുൻപിൽ ഇരുമ്പ് വാതിൽ. അതിന് കാവൽ നിൽക്കേണ്ടതിന് പടയാളികൾ കാവലായി നിൽക്കുന്നു. ഈ 4 ശക്തികൾ മുൻപിൽ നിൽക്കുമ്പോൾ കാരാഗൃഹത്തിൽ കിടന്ന് അപ്പോസ്തലന്മാർ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. അവർ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ കരങ്ങളിലെ ചങ്ങലകൾ അടിഞ്ഞു വീണു. അവർ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ അടഞ്ഞ ഇരുമ്പ് വാതിൽ തുറന്നു മാറി. അവർ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ കാവൽ കൂട്ടങ്ങൾ ബോധക്ഷയം പ്രാപിച്ച് അവർ നിലത്ത് വീണു. എന്നാൽ ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, ചങ്ങല അഴിയാനല്ല അപ്പോസ്തലന്മാർ ആരാധിച്ചത്, ഇരുമ്പ് വാതിൽ തുറക്കാനല്ല അവർ ആരാധിച്ചത്, പടയാളികൾ ബോധം കെടാനല്ല അവർ ആരാധിച്ചത് ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെ ആരാധിക്കണം എന്നവർക്ക് മനസ്സിൽ തോന്നിയപ്പോൾ അവർ ആരാധിക്കാൻ തയ്യാറായി. സ്നേഹിത, ഇന്ന് രാത്രി നിന്റെ ആരാധന നിന്റെ വിടുതലിന്റെ അനുഭവമായി മാറണമെങ്കിൽ ആരാധന എന്താണെന്ന് ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരെ ഓർത്ത് ഇന്ന് രാത്രി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് മഹത്വം കരയറ്റുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആരാധനയുടെ അടിസ്ഥാനത്തിലേക്ക് ഇന്ന് ഇറങ്ങി വരണം. ആരാധിക്കാതിരിക്കുന്നത് പാപം, ആരാധിക്കാൻ ജനത്തെ വിട്ടയക്കാതിരിക്കുന്നത് പാപം. വിശദീകരിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഇത്രയും മതി. അടുത്ത ഭാഗത്തേക്ക് പ്രവേശിക്കുന്ന രണ്ടാമത്തെ പാപം ശമൂവേലിന്റെ പുസ്തകത്തിലാണ്. അത് പറയുന്ന മറ്റാരുമല്ല, ശൗൽ. അവൻ ഇങ്ങനെ പറയുന്നു: ഇപ്പോൾ ഞാൻ യഹോവയോട് പാപം ചെയ്തു പോയി. ഇസ്രായേലിന്റെ 1ാമത്തെ രാജാവായ ബെന്യാമീൻ ഗോത്രക്കാരനായ ശൗൽ വിളിച്ചു പറയുന്നു: ഇപ്പോൾ ഞാൻ യഹോവയോട് പാപം ചെയ്തു. എന്താ ശൗൽ ചെയ്ത പാപം? ആരാധിപ്പാൻ ജനത്തെ വിട്ടയച്ചില്ല എന്ന പാപമാണ് ഫറവോൻ ചെയ്തതെങ്കിൽ, ശൗൽ ചെയ്ത പാപം സത്യം അറിഞ്ഞ സത്യത്തിന് വേണ്ടി നിലനിന്നില്ല. സത്യം അറിയാഞ്ഞിട്ടല്ല, സത്യം എന്താണെന്ന് അറിഞ്ഞു. പക്ഷെ അറിഞ്ഞ സത്യത്തിന് വേണ്ടി പ്രമാണത്തിൽ നിലനിൽക്കാൻ
ശൗലിന് കഴിഞ്ഞില്ല. സ്നേഹിത, ഇസ്രായേലിന്റെ ഒന്നാമത്തെ രാജാവായി ബെന്യാമിൻ ഗോത്രക്കാരനായ ശൗലിനെ തെരഞ്ഞെടുക്കാൻ ഒരു പ്രത്യേക കാരണം വേദപുസ്തകം പറയുന്നുണ്ട്. അത് വിശദീകരിക്കാൻ ഇന്ന് രാത്രി നമുക്ക് സമയം അനുവദനീയമല്ല. എന്താ പറയുന്നത്? അവൻ റാഹേലിനോട് സർവശക്തനായ ദൈവം കൊടുത്ത വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണമായിരുന്നു ഇസ്രായേൽ ഒരു രാജാവിനെ ആവശ്യപ്പെട്ടപ്പോൾ ബെന്യാമിൻ ഗോത്രക്കാരനായ ശൗലിനെ ദൈവം തെരഞ്ഞെടുത്തത്. എന്നാൽ ദൈവം തെരഞ്ഞെടുത്തെങ്കിലും ആ തെരഞ്ഞെടുപ്പിനകത്ത് നിലനിൽക്കാൻ ശൗലിന് കഴിഞ്ഞില്ല. ദിനവൃത്താന്ത പുസ്തകത്തിനകത്ത് ശൗലിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നു: ദൈവത്തോട് ചെയ്ത അതിക്രമം ഹേതുവായും ദൈവവചനത്തോട് കാട്ടിയ അനുസരണക്കേടിനാലും വെളിച്ചപ്പാടത്തിയോട് ആലോചന ചോദിക്കേണ്ടി വന്നതിനാലും ശൗൽ മരിക്കേണ്ടി വന്നു. ആരാധനയ്ക്ക് ജനത്തെ വിട്ടയക്കാതിരുന്ന ഫറവോന്റെ കൊട്ടാരത്തിൽ ദൈവത്തിന്റെ ന്യായവിധി ഇറങ്ങി വന്നപ്പോൾ, മിസ്രൈമ്യ കുടിൽ മുതൽ ഫറവോന്റെ കൊട്ടാരം വരെ ന്യായവിധി ഇറങ്ങി വന്നപ്പോൾ, പാപത്തിന്റെ ശിക്ഷയായ മരണം ഇസ്രായേലിയ കൂടാരങ്ങളിൽ ഹുങ്കാര ശബ്ദത്തോടെ അടിച്ചുയർന്നു വന്നെങ്കിൽ അത് ദൈവത്തിന്റെ നീതിയായിരുന്നു എന്ന് ഇന്ന് രാത്രി മറന്നു പോകരുത്. 2, പാപത്തിന്റെ ശമ്പളം മരണം. സത്യം അറിഞ്ഞിട്ട് ആ സത്യത്തിന് വേണ്ടി നിലനിൽക്കുവാൻ ശൗലിന് കഴിഞ്ഞില്ല. എന്താ ശൗലിന് തെറ്റുപറ്റിയത്? ശൗലിന് ആദ്യം തന്നെ തെറ്റി. കാരണം ഈ അപ്പൻ്റെ കഴുതുകളെ തേടി യാത്ര ചെയ്താണ് ശൗല് ആദ്യമായിട്ട് പോകുന്നത്. 9-ാം അധ്യായത്തിനകത്ത് ശമൂവേലിന്റെ പുസ്തകത്തിനകത്ത് കാണുന്നത് അപ്പൻ്റെ കഴുതുകളെ തേടി അവസാനം പ്രവാചകന്റെ അടുക്കൽ എത്തുന്നു. പ്രവാചകനോട് ദൈവം പറഞ്ഞത് പ്രകാരം ശൗലിനെ ഇസ്രായേലിലെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്നു. പക്ഷേ ഈ അഭിഷേകമൊക്കെ കിട്ടി താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ശൗലിന് മുന്നിൽ വന്ന ആൾക്കാരോട് ശൗല് ഒരു കാര്യം പറഞ്ഞുള്ളൂ. എന്താ? കഴുതക്കാരിയെ പറഞ്ഞുള്ളൂ, രാജകാര്യം പറഞ്ഞില്ല. അപ്പൻ്റെ കഴുതകളെ കണ്ടുകിട്ടി എന്നുള്ള കഴുതക്കാര്യം പറഞ്ഞു. ഇസ്രായേലിന്റെ രാജാവായ രാജകാര്യം മറച്ചു വെച്ചു. അതിന് മറ്റൊരു വശമുണ്ടെങ്കിൽ പോലും ഇന്ന് രാത്രി എൻ്റെ പ്രഭാഷണത്തിന്റെ ചിന്ത നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ ഒന്ന് കോറിയിടേണ്ടതിന് ഈ ഭാഗം ഞാൻ മറ്റൊരു തരത്തിൽ ഇവിടെ അവതരിപ്പിക്കുകയാണ്. എന്താ ഇന്നും ഇതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്? രാജകാര്യം പറയേണ്ടിടത്ത് രാജകാര്യം പറയണം, അവിടെ കഴുതക്കാര്യം പറയരുത്. ഇന്ന് സുവിശേഷമുണ്ട്, സുവിശേഷ യോഗങ്ങളുണ്ട്, സുവിശേഷ മഹായോഗങ്ങളുണ്ട്. പക്ഷേ ഞാൻ വളരെ വേദനയോടെ പറയട്ടെ, സാക്ഷാൽ പാപവിമോചകനായ ക്രിസ്തുയേശുവിനെ പാപത്തിന്റെ മോചകനായ രക്ഷകനെന്ന് പ്രഖ്യാപിക്കുന്ന രാജകാര്യം പറയാതെ കേവല സൗഖ്യങ്ങളെ കുറിച്ച് മാത്രം വിളിച്ചു പറയുന്ന വേദികളായി ആത്മീയ വേദികൾ അധപ്പതിക്കുമ്പോൾ ഇത് ദൈവത്തിന്റെ ഹിതമല്ല എന്ന് ഇന്ന് രാത്രി തിരിച്ചറിയുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ മഹത്വം കരേറ്റുകയാണ്. എന്നോട് പിണങ്ങുന്നവരുണ്ടാകാം, ഇതിനെതിരെ വിമർശിക്കുന്നവരുണ്ടാകാം, ഇതിനെതിരെ കമൻറ്റുകൾ ഇടുന്നവരുണ്ടാകാം. ഒരു കുഴപ്പവുമില്ല, നല്ലത്. പക്ഷേ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ, എൻ്റെ വചനപഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാത്രി ദൈവാത്മാവ് വെളിപ്പെടുത്തുന്ന ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങൾ ഒരു മറയും കൂടാതെ ശക്തമായി വിളിച്ചു പറയണം. സ്നേഹിത, പാപവിമോചനമില്ലാത്ത കേവല രോഗസൗഖ്യത്തിനകത്ത് എൻ്റെ ദൈവത്തിന് പ്രസാദമില്ല കേട്ടോ. അതുകൊണ്ട് ഇന്ന് രാത്രി തിരിച്ചറിയ, രോഗസൗഖ്യത്തിന് ഞാൻ എതിരല്ല, വിടുതലിന് ഞാൻ എതിരല്ല, അനുഗ്രഹങ്ങൾക്കെതിരല്ല. പക്ഷേ ഇന്ന് രാത്രി വിളിച്ചു പറയണം, കേവലം അനുഗ്രഹമല്ല നമുക്ക് വേണ്ടത്, അംഗീകാരമാണ് വേണ്ടത്. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുമ്പോൾ കാഹളം ധ്വനിക്കുവാൻ ഒരു ദൈവദാസൻ ഇങ്ങനെയാ പറഞ്ഞത്: ഈ മൈക്രോഫോൺ പ്രസംഗിക്കുവാനോ പാടുവാനോ നിൽക്കുന്ന വ്യക്തി പാടാൻ തുടങ്ങുന്നതിന് മുൻപ്, പ്രസംഗിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് അതരത്തോട് ചേർത്ത് പിടിക്കുന്നത് പോലെ കാഹളമൂതേണ്ട ദൂതന്മാർ കാഹളം ചുണ്ടോട് ചേർത്ത് വെച്ചിരിക്കുകയാ. ഒരു സിഗ്നൽ കിട്ടിയാൽ അത് ധ്വനിക്കും കേട്ടോ, അത് ഊതും, ആ കാഹളം ധ്വനിക്കും. പക്ഷേ ഇന്ന് രാത്രി അനുഗ്രഹിക്കപ്പെട്ടവരെല്ലാവരും അവിടേക്ക് എത്തത്തില്ല. എന്നാൽ അനുഗ്രഹിക്കപ്പെട്ടില്ലെങ്കിലും അംഗീകരിക്കപ്പെട്ടവർ അവിടേക്ക് എത്തുമെന്ന ഇന്ന് രാത്രി ദൈവാത്മാവ് ശക്തമായ ദൂത് പറയുന്നു. അനുഗ്രഹം വേണ്ടെന്നല്ല, അംഗീകാരം കിട്ടിയാൽ അനുഗ്രഹം വന്നോളും. ഇന്ന് രാത്രി അംഗീകാരമുള്ളവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. ഈ നമുക്ക് ആവശ്യമില്ലാത്തത് ഈ അംഗീകാരം. എന്താണെന്നറിയാമോ? പണ്ട് ഒരപ്പച്ചനെ, അവർ സ്കൂളിൽ പഠിച്ചതാ, 2 പേര്, ഒത്തിരി പ്രായമായി. 2 പേരും കാണാൻ ആഗ്രഹിച്ചു. 2 പേരും കാണാൻ ആഗ്രഹിച്ചപ്പോൾ ഒരാളുടെ വീട്ടിലേക്ക് അപ്പച്ചൻ ചെല്ലുക. അപ്പോൾ ചെറുപ്പത്തെ ഇവർ 2 പേർക്ക് ലഡുവും ജിലേബി അലുവൊക്കെ ഒത്തിരി ഇഷ്ടമായിരുന്നു, മധുരമുള്ള സാധനം. അപ്പോൾ ഈ പ്രായമായിട്ട് കിടക്കുന്ന ആ കൂട്ടുകാരനെ കാണാൻ മറ്റേ അച്ചായൻ ഒരു 2 കിലോ ജിലേബിയും കുറച്ച് അലുവയും കുറച്ച് ലഡു എല്ലാം കൂടെ മേടിച്ചുകൊണ്ട് ചെല്ലുക. പക്ഷേ ഈ അപ്പച്ചന് ഷുഗർ നല്ല കൂടുതലാണ്. അപ്പോൾ ഈ കിടക്കുന്ന അപ്പച്ചന് ലഡുവും ജിലേബി അലുവാൻ തിന്നാൻ ഭയങ്കര ആഗ്രഹമാണ്.
പക്ഷേ അപ്പച്ചൻ്റെ ആഗ്രഹമല്ല അവിടെ വിഷയം, അപ്പച്ചൻ്റെ ആവശ്യമാണ്. ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്ന ആവശ്യം അപ്പച്ചന് ലഡുവും ജിലേബിയും കൊടുക്കരുത്, ഇടയ്ക്കിടയ്ക്ക് പാവയ്ക്ക ജ്യൂസ് കൊടുത്തോണം. മനസ്സിലായോ? അപ്പോൾ ഈ കാണാൻ വരുന്ന പുള്ളിക്കാരന്, കിടക്കുന്ന പുള്ളിക്കാരനുള്ള സ്നേഹം എല്ലാം കൂടെ പ്രകടിപ്പിച്ച് ഈ ലഡുവും ജിലേബിയും പാവയ്ക്ക ജ്യൂസ് കൊണ്ട് വരാനുള്ളതിന് പകരം ഈ ലഡുവും ജിലേബിയും എല്ലാം കൂടെ കൊണ്ട് വെച്ചു. അപ്പോൾ അപ്പച്ചൻ്റെ ആഗ്രഹം അങ്ങ് പൂർത്തീകരിക്കുമ്പോൾ 2 കിലോ അലുവ ഇരുന്നിരിപ്പി തിന്നാമെങ്കിൽ 2 കിലോ അലുവ തീരുന്നതിന് മുമ്പ് അപ്പച്ചൻ തീരും. അപ്പോൾ ആഗ്രഹം ലഡുവും ജിലേബിയും, ആവശ്യം പാവയ്ക്ക ജ്യൂസ്. ഇന്ന് വന്ന് ജനത്തിന് അനുഗ്രഹം മാത്രം മതി, ലഡുവും ജിലേബിയും മതി. ഈ അംഗീകാരം ഒന്നുള്ള പാവയ്ക്ക ജ്യൂസ് വേണ്ട. കാരണം അത് കയ്പാണേ, അതുണ്ടാക്കാനും അത് കുടിക്കാനും ഒക്കെ ഇച്ചിരി പ്രയാസമാണ്. അതുകൊണ്ട് പലർക്കും ഇന്ന് അത് വേണ്ട, എളുപ്പം കിട്ടുന്ന മാർക്കറ്റിൽ കിട്ടുന്ന ലഡുവും ജിലേബിയും മതി. കേട്ടോ, അതല്ല. ഇന്ന് രാത്രി തിരിച്ചറിയണം, അംഗീകരിക്കപ്പെടുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സാക്ഷാൽ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തേശു 1 വയസ്സ് മുതൽ 30 വയസ്സ് വരെ ജീവിച്ചിരുന്നപ്പോൾ പേറിക്കൊണ്ട് നടന്ന ഒരു അപവാദമുണ്ട്, ഒരു ചോദ്യമുണ്ട്. എന്താണെന്നറിയാമോ? നിന്റെ അപ്പൻ ആരാണ്? അതുകൊണ്ടാണ് അവിടെ പദപ്രയോഗങ്ങൾ പലതും വന്നത്. അത് പരിഹാസിച്ച് പറഞ്ഞത് യോസേഫിന്റെ മകൻ, തച്ചന്റെ മകൻ, മറിയുടെ മകൻ എന്ന് പറഞ്ഞാൽ അപ്പൻ ആരാണ് എന്നാണ് ആ ചോദ്യത്തിന്റെ അർത്ഥം. അവനോട് മുഖത്ത് നോക്കി പലരും ചോദിച്ചിട്ടുണ്ടാകാം, ഇവൻ മറിയോടും ചോദിച്ചിട്ടുണ്ടാകാം, യഥാർത്ഥത്തിൽ ഇവന്റെ അപ്പൻ ആരാ? അപ്പോൾ അപ്പൻ ആരാണ്, സാക്ഷാൽ പിതാവ് ആരാണ് എന്ന ആ ചോദ്യത്തിന്റെ ഉത്തരം കൊടുക്കുവാൻ ആരും തയ്യാറാകാതിരുന്നപ്പോൾ 30-ാമത്തെ വയസ്സിൽ യോർദാനാറ്റിങ്കിൽ സ്നാനപ്പെട്ട പിതാവിന്റെ ഹിതം ചെയ്ത് അവൻ പുറത്തേക്ക് ഇറങ്ങി വന്ന് കരയിൽ കയറി നിൽക്കുമ്പോൾ ദൈവം ആദ്യം ചെയ്തത്, പിതാവായ ദൈവം ചെയ്തത് തന്റെ പുത്രനെ അംഗീകരിക്കുകയായിരുന്നു. എന്താണ് അംഗീകാരം? ഇവൻ സാക്ഷാൽ ദൈവപുത്രൻ, ഇവൻ എന്റെ പ്രിയപുത്രനാകുന്നു എന്ന അംഗീകാരം നൽകുകയാണ്. ക്രിസ്തുവിനെ ശുശ്രൂഷയ്ക്ക് ഇറക്കിയെങ്കിൽ ഇന്ന് രാത്രി അനുഗ്രഹമല്ല വലുത്, അംഗീകാരമാണ് വലുത്. ഇത് തിരിച്ചറിയുന്ന ദൈവജനത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം, കർത്താവിന്റെ മഹത്വം. പഴയ നിയമത്തിലെ ശൗൽ ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ടു, പക്ഷെ അംഗീകരിക്കപ്പെട്ടില്ല. ഈ വല്ലാത്ത കാര്യങ്ങൾ ചെയ്തു പോയി. 3 കാര്യങ്ങൾ പെട്ടെന്ന് പറയാം. അതിക്രമം ചെയ്തു. യാഗം കഴിക്കുവാൻ നിശ്ചയിക്കപ്പെട്ട സമയമായിട്ടും പുരോഹിതൻ വരുന്നില്ല എന്ന് കണ്ടപ്പോൾ സ്വയം യാഗം കയറി ചെയ്തു. ചെയ്യാൻ പാടില്ലാത്ത യാഗം ചെയ്തപ്പോൾ 1-ാമത്തെ പാപം ദൈവത്തോട് ചെയ്തു. അതിക്രമം എന്നാണ് അതിൻ്റെ പേര്. 2, അനുസരണക്കേട്. അമാല്യക്കരെ കൊന്നുകളയണമെന്ന ശക്തമായ പ്രമാണം നിലനിൽക്കെ കൊടുത്തതിനെയും മെഴുത്തതിനെയും കണ്ടിട്ട് കൊന്നുകളയാതെ അതിനെ ശേഷിപ്പിച്ച് യാഗത്തിനെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയപ്പോൾ വചനത്തോട് അനുസരണക്കേട് കാട്ടി. 3-ാമത്തെ പാപം, ദൈവം സംസാരിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ, അരുളപ്പാടുകൾ നൽകുന്നില്ലെന്ന് കണ്ടപ്പോൾ അരുളപ്പാടിന് വേണ്ടി വെളിച്ചപ്പാടുത്തിയോട് ആലോചന ചോദിക്കാൻ പോയി. 3-ാമത്തെ പാപം. ഈ 3 പാപം ചെയ്തപ്പോൾ പാപത്തിന്റെ ശമ്പളമായ മരണത്തിന് ശൗൽ എന്ന മനുഷ്യൻ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്നു. ഗിൽബോവ പർവ്വതത്തിൽ അകാല മൃത്യുവിന് ഇരയായി കുന്തത്തിന്മേൽ വീണ് ഉദരം തുളഞ്ഞ കുന്തം പുറത്തിറങ്ങി നിൽക്കുമ്പോൾ അവൻ അവിടെ പ്രവാചകൻ വിളിച്ചു ചോദിക്കുന്നു, അവൻ ഗിരികളെ, വീരന്മാർ പട്ടുപോയതെങ്ങനെ, നിഹതന്മാർ പർവ്വതത്തിൽ വീണുപോയതെങ്ങനെ? ഇന്ന് രാത്രി കണ്ടോ, അഭിഷിക്തനായവൻ, ദൈവത്തിന്റെ ഇസ്രായേലിയ രാജകീയ പൗരോഹിത്യത്തിന്റെ അഭിഷേകം പേറിയവൻ, ശിരസിൽ അഭിഷേകം തൊട്ടവൻ, ദൈവത്തിന്റെ പ്രമാണത്തിൽ നിൽക്കാതെ പോയപ്പോൾ, ദൈവത്തിന്റെ ആരാധനയിൽ യാഗത്തിൽ പരാജയപ്പെട്ടു പോയപ്പോൾ അവന് പാപത്തിന്റെ ശമ്പളമായ മരണം വിധിക്കപ്പെട്ടു. ആ ഭാഗം ഞാൻ അവിടെ നിർത്തുന്നു. അവിടെ നിന്ന് ഞാൻ നിങ്ങളെ പുതിയ നിയമത്തിലേക്ക് കൊണ്ടുവരുന്നു. പുതിയ നിയമത്തിൽ ഒരു മനുഷ്യനെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു. അവൻ്റെ പേര് ശൗൽ. സ്വന്തം അനുയായികളെ നിഷ്ഠൂരമായി വധിക്കുവാൻ റോമൻ അധികാര പത്രവും വാങ്ങിക്കൊണ്ട് ഒരു തുരകത്തിൻ്റെ പുറത്ത് അട്ടഹസിച്ച് ആർത്തുല്ലസിച്ച് യാത്ര ചെയ്തു വരുന്നവൻ ദമസ്കോസിന്റെ പടിവാതിക്കൽ എത്തിയപ്പോൾ മഹാപ്രഭയാൽ മുഴങ്ങിയെത്തിയ ഒരു പുണ്യ ശബ്ദം അവനെ വിളിച്ചു വേർതിരിക്കുന്നു, ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? നീ ആരാകുന്നു കർത്താവേ? ചോദ്യം, ഉത്തരം, നീ ഉപദ്രവിക്കുന്ന നസ്രയനായ യേശുവാകുന്നു ഞാൻ. കണ്ടോ, ഇസ്രായേലിനൊരു രാജാവിനെ വേണമെന്ന് പറഞ്ഞപ്പോൾ പഴയ നിയമത്തിൽ ബെന്യാമിൻ ഗോത്രക്കാരനായ ശൗലിനെ തെരഞ്ഞെടുത്തെങ്കിലും ആ ശൗൽ ഇസ്രായേലിലെ സഭയ്ക്ക് വേണ്ടി പ്രമാണത്തിൽ നിലനിൽക്കാതിരുന്നു. കാലങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു, കാലങ്ങൾ ഒത്തിരി മുൻപോട്ട് പോയി. ഇന്ന് രാത്രി വിളിച്ചു പറയാം, പക്ഷേ ഉയരത്തിലെ ദൈവം വാഗ്ദത്തം മറന്നില്ല. ആരോടുള്ള വാഗ്ദത്തം? റാഹേലിന് കൊടുത്ത വാഗ്ദത്തം മറന്നു പോകാതെ ദൈവം പിന്നീട് ഒരു ശൗലിനെ തെരഞ്ഞെടുക്കുന്നു. 1 ശമൂവേലിന്റെ 9-ാം അധ്യായത്തിൽ പഴയ നിയമത്തിലെ ബെന്യാമിൻ ഗോത്രക്കാരനായ ശൗലിനെ തെരഞ്ഞെടുപ്പുണ്ടായെങ്കിൽ അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം
അധ്യായത്തിനകത്ത് പുതിയ നിയമത്തിന്റെ ശൗലിന് വെളിപ്പാടുണ്ടാകുന്നു, ദർശനമുണ്ടാകുന്നു. സ്തോത്രം. അവിടെ നിന്ന് കർത്താവിന് വേണ്ടി ശക്തമായ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുമ്പോൾ അവൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് അറേബ്യ മരുഭൂമിയിൽ ദൈവത്തിന്റെ പ്രമാണങ്ങൾ ഏറ്റുവാങ്ങുന്നു. അതുകൊണ്ട് അവൻ പറഞ്ഞത്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്തെന്നാൽ. കണ്ടോ, പഴയ നിയമത്തിന്റെ ശൗൽ പരാജയപ്പെട്ട് പ്രമാണത്തിൽ നിൽക്കാതെ, വാഗ്ദത്തത്തിൽ നിൽക്കാതെ, 3 കാരണങ്ങൾ കൊണ്ട് പരാജിതനായി പാപത്തിന്റെ ശമ്പളം എന്ന മരണം ഏറ്റുവാങ്ങുമ്പോൾ, പുതിയ നിയമത്തിന്റെ ബെന്യാമിൻ ഗോത്രക്കാരനായ ശൗൽ എന്ന മനുഷ്യനെ അവൻ പൗലോസാക്കി മാറ്റിയപ്പോൾ അവനെ പരീക്ഷിക്കാൻ പിശാച് അടുത്തു വന്നു. ഏതുകൊണ്ട്? പഴയ നിയമത്തിലെ ബെന്യാമിൻ ഗോത്രക്കാരനായ ശൗലിനെ വീഴിച്ച അതേ 3 കാരണം തന്നെ പൗലോസിന്റെ നേരെ പിശാച് കൊണ്ടുവരുന്നു. എന്താ ഒന്നാമത്തെ കാരണം? അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരു മനുഷ്യനെ സൗഖ്യമാക്കിയത് കണ്ടപ്പോൾ ദേശം മുഴുവൻ ഇളകി വന്നിട്ട് ചന്ദ്രനെന്നും ബുധനെന്നും അപ്പോസ്തലനായ പൗലോസിനും ബർന്നബാസിനും പേർ വിളിച്ച് കയ്യിൽ മാലകളുമായി യാഗപീഠം തയ്യാറാക്കി അവരുടെ മുൻപിൽ യാഗം കഴിക്കാൻ തയ്യാറാകുന്നു. കണ്ടോ, അപ്പോസ്തലന്മാരുടെ മുൻപിൽ യാഗം കഴിക്കാൻ അവരാണ് ദൈവം എന്ന് പറഞ്ഞ്, സാക്ഷാൽ നിങ്ങൾ ദൈവത്തിൻ്റെ അടുത്ത ആൾക്കാരാണെന്നും പറഞ്ഞവർ ആ യാഗം കഴിക്കാൻ തയ്യാറാകുമ്പോൾ പൗലോസ് വിളിച്ചു പറഞ്ഞൊരു ഭാഷയുണ്ട്. എന്താണെന്നറിയാമോ? ഹേ മനുഷ്യരെ, ഞങ്ങൾ നിങ്ങൾക്ക് സമസ്വഭാവമുള്ള മനുഷ്യർ, ആരാധനയ്ക്ക് ഞങ്ങൾ യോഗ്യരല്ല, യാഗം സ്വീകരിപ്പാൻ ഞങ്ങൾ യോഗ്യരല്ല. അതേ കണ്ടോ, പഴയ നിയമത്തിന്റെ ശൗൽ യാഗം നിമിത്തം പരാജയപ്പെട്ടു പോയപ്പോൾ പുതിയ നിയമത്തിന്റെ ശൗൽ യാഗം നിമിത്തം വിജയിച്ചിട്ട് പറഞ്ഞു, ആരാധനയ്ക്ക് യോഗ്യൻ ഒരുവനേ ഉള്ളൂ, അത് നസ്രയനായ യേശുവല്ലാതെ മറ്റൊരുവൻ ഇല്ലിവിടെ. പട്ടണത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് പൗലോസ് വിളിച്ചു പറയുന്നു, സാക്ഷാൽ ആരാധനയ്ക്ക് യോഗ്യൻ, രക്ഷിപ്പാൻ യോഗ്യൻ യേശുവല്ലാതെ മറ്റൊരുവനില്ല. കേട്ടോ, യാഗത്താൽ പരാജയപ്പെടുത്താൻ ആഗ്രഹിച്ച പിശാച് അവിടെ പരാജയപ്പെടുന്നു. രണ്ടാമത്, അനുസരണക്കേടിൽ വീഴിച്ചു കളയാൻ പലവട്ടം ശ്രമിച്ചു. ഞാൻ സമയപരിധി ഉള്ളതുകൊണ്ട് ആ ഭാഗങ്ങൾ എടുത്തുദ്ധരിക്കുന്നില്ല. ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. അഗ്രിപ്പ രാജാവിന് മുൻപിൽ അവൻ പ്രത്യുത്തരം പറയുവാൻ പൗലോസ് എന്ന മനുഷ്യൻ അവൻ ശക്തമായി നിൽക്കുമ്പോൾ, ആയുരാരോഗ്യ സുഖഭോഗ മാനാഭിമാനങ്ങൾ കർത്താവിന് വേണ്ടി പരിത്യജിച്ച ത്യാഗവീരനായ അതിശ്രേഷ്ഠനായ പൗലോസ് എന്ന് വിശേഷിപ്പിക്കുന്നവൻ ചങ്ക് വിരിച്ച് അവൻ തല ഉയർത്തി അഗ്രിപ്പാവിന്റെ മുൻപിൽ നിന്ന് ഒരു വാക്ക് വിളിച്ചു പറഞ്ഞു, ഹേ അഗ്രിപ്പ രാജാവേ, ഞാൻ എന്റെ ശുശ്രൂഷയിൽ, എന്റെ ജീവിതത്തിൽ ഇന്നുവരെ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാട്ടിയിട്ടില്ല. സ്നേഹിത, ഇന്ന് രാത്രി നിന്റെ യാഗം കൊണ്ട് നീ പരാജയപ്പെടരുത്. അർത്ഥാൽ നിന്റെ ആരാധനയുടെ ക്രമീകരണം കൊണ്ട് നീ പരാജയപ്പെടരുത്. 2, ദൈവവചനത്തോട് അനുസരണക്കേട് കാട്ടുന്നത് കൊണ്ട് നീ പരാജയപ്പെട്ടു പോകരുത്. രക്ഷിക്കപ്പെടുക എന്നുള്ളത് സത്യമാണ്. രക്ഷിക്കപ്പെട്ടവർ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുക എന്നുള്ളത് തിരുവചനത്തിന് യാഥാർത്ഥ്യമാ. സ്നാനപ്പെട്ടവർ പരിശുദ്ധാത്മാവിൽ വിശ്വസിച്ച് അഭിഷേകത്തെ ഏറ്റെടുത്ത് വേർപെട്ട് ആരാധിച്ച് അപ്പം നുറുക്കി ഉപദേശം കേട്ട് കൂട്ടായ്മ ആചരിക്കണമെന്നുള്ള ദൈവസഭയുടെ സനാതന ഉപദേശ പ്രമാണങ്ങളെ ജീവിതത്തിൽ ഏറ്റെടുക്കണമെന്നുള്ളത് തിരുവചനത്തിന്റെ യാഥാർത്ഥ്യമാ. ഇന്ന് രാത്രി മറക്കരുത്. അതിനോട് നീ കാട്ടുന്ന അനുസരണക്കേട് പാപത്തിന്റെ ശമ്പളമായ മരണത്തിലേക്ക് നയിക്കും. രണ്ടാമത്തെ കാര്യത്തിലും പിശാചിന് പൗലോസിനെ പരാജയപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല. മൂന്നാമത്തെ കാര്യം, വെളിച്ചപ്പാടത്തിയെ തേടി പൗലോസ് അങ്ങോട്ട് ചെല്ലുന്നില്ലെന്ന് കണ്ടപ്പോൾ പിശാച് ഒരു വെളിച്ചപ്പാടത്തെ ഇളക്കി പൗലോസിന്റെ പുറകെ വിട്ടു. ഇത് വല്ലാത്തൊരു പ്രശ്നമാണ്. അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ ഇങ്ങോട്ട് ഇടിച്ചു കയറി വരുന്ന ചില പുള്ളികളുണ്ട്. പൗലോസിന്റെ പുറകെ നടന്നേച്ച് പറഞ്ഞു, നീയോ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, നിങ്ങളെ കൊണ്ട് സർവശക്തനായ ദൈവം ഇതെല്ലാം ജയിക്കുന്നു. ദൂത് കറക്റ്റായിരുന്നു. ഞാനെങ്ങാനും ആയിരുന്നു തിരിഞ്ഞ് അന്നേരെ ഫോൺ നമ്പർ ചോദിച്ചാൽ. നമ്മളങ്ങനെയാണല്ലോ, ഒരു ദൂത് കേട്ട ഉടനെ അന്നേരം അങ്ങ് വട്ടം ഒടിഞ്ഞങ്ങ് വീഴുക. പിന്നെ എന്നാ കൂട്ടായ്മ, എവിടെയാ കൂട്ടായ്മ, എപ്പോഴാണ് കൂട്ടായ്മ, ഫോൺ നമ്പർ തരാമോ, ഏത് ദിവസം, ഇതെല്ലാം തിരക്കി പിറ്റേ ആഴ്ച നമ്മൾ അവിടെ കൃത്യമായിട്ട് ചെയ്യുന്നിരിക്കും. ഈ ആലോചന കറക്റ്റാണെങ്കിലും വരുന്നത് എവിടാണെന്നൂടെ ഒന്ന് വിചിന്തനം ചെയ്തോണം. വെളിച്ചപ്പാടത്തിൽ പറഞ്ഞ ദൂത് കറക്റ്റാ, പൗലോസ് ആ ദൂത് ശരിയാണെന്നും പറഞ്ഞ് കാലിലോട്ട് വീണിരുന്നെങ്കിൽ പൗലോസിന്റെ ചരിത്രം മാറിപ്പോയേനെ.
പക്ഷെ പൗലോസ് തിരിഞ്ഞു നിന്നിട്ട് ഒറ്റ ശാസന യാചിച്ചു. അവളിലുള്ള ദുരാത്മാവിനോട് അവളെ വിട്ടുപോകാൻ കൽപ്പിച്ചു. കണ്ടോ, ഇന്ന് രാത്രി ഈ ദൈവകൃപ പ്രാപിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവൻ മുൻപിൽ വന്നു നിൽക്കുന്നവനെ വിവേചിക്കുന്ന വിവേചനാധികാരം ദൈവസഭയ്ക്കകത്ത് വർദ്ധിക്കട്ടെ, ദൈവജനത്തിനകത്ത് വർദ്ധിക്കട്ടെ. ശുശ്രൂഷകന്മാരിൽ വിവേചനത്തിന്റെ അധികാരം വർദ്ധിച്ചു വരട്ടെ എന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് ശക്തമായി ദൂത് പറയുന്നു. പ്രമാണം വിട്ടതിനെ, ദൈവകൃപ ചോർന്നതിനെ, വിശുദ്ധിയില്ലാത്ത ഒറ്റ എണ്ണത്തിന് സഭയ്ക്കകത്ത് കയറ്റല്ല. ഇങ്ങനെ പറഞ്ഞാൽ നാളെ ഇത് വരും. ഇതിപ്പോൾ ലൈവൂടെ പോകുന്നുണ്ട്, ഇതൊക്കെ വെട്ടിയെടുത്തൊക്കെ ഇടും. പിന്നെയുള്ള കുരിശ് മുഴുവൻ പുറകെ വരും. നാളെ നിങ്ങൾ ഇതിൻ്റെ കമൻസൊക്കെ നോക്കിക്കോണം, നല്ലതായിരിക്കും. ഇതുപോലെ ഞാൻ ഇതുകൂടെ പറയാം. പണ്ട് അമേരിക്കയിലുള്ള ഒരു അപ്പച്ചനും അമ്മച്ചിയും കൂടെ ഉണ്ടല്ലോ, ഒരു ഡിന്നർ, അവരുടെ ബോസ് ആയിരിക്കുന്ന സാഹിബിനും അമ്മയ്ക്ക് ഒരു ഡിന്നർ കൊടുക്കാൻ ആഗ്രഹിച്ചു. അപ്പോൾ എന്താഹാരം കൊടുക്കുമെന്ന് ചോദിച്ച അവസാനം അവർ രണ്ടുപേരും ഒറ്റ തീരുമാനത്തിലെത്തി പുട്ടും കടലക്കറി കൊടുക്കുക. അങ്ങനെ പുട്ടും കടലക്കറിയൊക്കെ റെഡിയാക്കി അവർ വെച്ചു. ഈ മദാമ സാഹിബും വന്ന് ഇതിരുന്നത് കണ്ടപ്പോൾ ഈ മദാമ കൊച്ച് ചോദിച്ചു, അമ്മച്ചി ഈ പൊടി എങ്ങനെയാണ് വടിയായത്? ഈ പൊടിയായി ഭരണിക്കകത്ത് കിടക്കുന്നത് ഈ മദാമ കണ്ടിട്ടുള്ളൂ, വടിയായത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. എന്തായാലും വടിയായ ചരിത്രം അമ്മച്ചി പറഞ്ഞു കൊടുത്തു. പുട്ട് കഴിച്ചു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പോകുന്ന വഴിക്ക് മാർക്കറ്റിനടുത്ത് കാർ നിർത്തി കുറ്റി, കുടം, പൊടി, തേങ്ങാപ്പീര എന്നിവരുടെ സകല സാധനവും മേടിച്ചുകൊണ്ടാണ് മദാമ കൊച്ച് പോയത്. അപ്പോൾ വീട്ടിൽ ചെന്ന് സാഹിബിനോട് പറഞ്ഞു, അച്ഛൻ കിടന്നു, ഞാൻ ഒരു കുറ്റി പുട്ടുണ്ടാക്കി തിന്നിട്ടേ കിടക്കുന്നുള്ളൂ. അപ്പോൾ സാഹിബ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ 2 എണ്ണം ഉണ്ടാക്കിയോ, എനിക്കും വേണം. അങ്ങനെ വെള്ളമൊക്കെ എടുത്ത് വെച്ചു, ഗ്യാസൊക്കെ കത്തിച്ചു, പൊടിയൊക്കെ പാകത്തിന് നനച്ച് വെച്ചു. ഈ ആവി വരാൻ തുടങ്ങിയപ്പോൾ നനച്ച് വെച്ച പൊടി എടുത്ത് കുറ്റിക്കകത്തേക്ക് ഇടാൻ തുടങ്ങി. ഇട്ടിട്ടും കുറ്റി നിറയുന്നില്ല. ഇപ്പം പുട്ടുണ്ടാക്കുന്ന സഹോദരിമാർക്കും കാര്യം മനസ്സിലായി, നന്നായിട്ട് കഴിക്കുന്ന സഹോദരന്മാർക്കും കാര്യം മനസ്സിലായി. എന്താ? അടിസ്ഥാനം ഇട്ടില്ല. ഇങ്ങനെ ചില്ലുപോയി ഒത്തിരി പുള്ളികൾ നമ്മുടെ ഇടയിലുണ്ട്. വചനത്തിൻ്റെ ജില്ലേ ഇല്ല, പ്രമാണത്തിൻ്റെ ജില്ലാണ് ഒട്ടുമില്ല, വിശുദ്ധിയുടെ ജില്ലാണ് പിന്നെ പറയേ വേണ്ട. അത് വേറെ ഉണ്ടാക്കി വെച്ചാൽ തട്ടിമുട്ടി പോവുക. ഞാൻ ദൈവജനത്തോട് പറയുന്നു, ലൈവ് കേൾക്കുന്ന ദൈവദാസന്മാരോട് ദൈവജനത്തോട് പറയുന്നു, ഈ ചില്ലുപോയ ഒറ്റ എണ്ണത്തിനെ പോലും അവൻ അകത്ത് കയറ്റി ദൈവസഭയെ അവൻ വല്ലാതെയാക്കി കളയരുത്. പ്രമാണമില്ലാത്തവനെ ഒഴിച്ചു നിർത്തണം. വെളിച്ചപ്പാടിന്റെ ദൂതമായി നടക്കുന്നവളെയൊക്കെ ഒഴിവാക്കി നിർത്തി സത്യവചനത്തിന് പ്രാധാന്യം കൊടുത്തു ജീവനും വിശുദ്ധിക്കും അവൻ യഥാർത്ഥ കാരണമായ സത്യവചനത്തിലേക്ക് സഭ മടങ്ങി വരട്ടെ. ഈ കാലഘട്ടത്തിൽ യഥാർത്ഥ വചനത്തിന് വേണ്ടി ദൈവസഭ, ദൈവജനം, ദൈവദാസന്മാർ ആഗ്രഹിക്കട്ടെ. 3 കാരണങ്ങൾ കൊണ്ട് പൗലോസിനെ, പുതിയ നിയമത്തിന്റെ ശൗലിനെ വീഴിക്കാൻ ആഗ്രഹിച്ചപ്പോൾ ആ 3 കാരണങ്ങൾ കൊണ്ടും പരാജയപ്പെടാൻ കഴിയാത്ത പൗലോസ് വിജയശ്രീലാടനായി ശുശ്രൂഷയുടെ വിജയത്തിന്റെ അത്യുംഗ സംഘത്തിൽ കയറി നിന്നിട്ട് തൻ്റെ നിര്യാണകാലം അടുത്തപ്പോൾ അവൻ വിളിച്ചു പറയുന്ന കാര്യങ്ങൾ മറന്നു പോകരുത്. ഇന്ന് രാത്രി എന്താ പറഞ്ഞത്? അവൻ പൗലോസ് പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം, ഞാൻ നല്ല പോർ പൊരുതു, ഞാൻ ഓട്ടം തികച്ചു, ഞാൻ വിശ്വാസം കാത്തു. കണ്ട, പഴയ നിയമത്തിന്റെ ബെന്യാമിൻ ഗോത്രക്കാരനായ ശൗൽ അതിക്രമം ഹേതുവായും അനുസരണക്കേട് ഹേതുവായും വെളിച്ചപ്പാടത്തിയോട് ആലോചന ചോദിക്കേണ്ടി വന്നതിനാലും മരിക്കേണ്ടി വന്നപ്പോൾ പുതിയ നിയമത്തിന്റെ ബെന്യാമിൻ ഗോത്രക്കാരനായ ശൗൽ അവൻ അതിക്രമം ഹേതുവായി അവൻ പരാജയപ്പെട്ടില്ല. അവൻ അനുസരണക്കേട് നിമിത്തം പരാജയപ്പെട്ടില്ല. വെളിച്ചപ്പാടത്തിയുടെ ആലോചന നിമിത്തം തന്നെ അശുദ്ധനാക്കി കളഞ്ഞില്ല. പ്രത്യുത അവൻ വിജയത്തിന്റെ മുൻപിൽ നിന്നുകൊണ്ട് ശക്തമായ ഈ വാക്കുകൾ പറയുന്നു, ഞാൻ നല്ലവർ പൊരുതു, ഞാൻ ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്ന ദൈവമക്കളെ, ഇത് അനുഗ്രഹത്തെക്കാൾ അംഗീകാരത്തിന് വില കൊടുക്കുന്ന ദൈവിക സംഭവമാണെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയാതെ പോകരുത്. എന്താ ഞാൻ അങ്ങനെ പറഞ്ഞത്? പൗലോസിന്റെ ശുശ്രൂഷയുടെ ആരംഭത്തിലേക്ക് പൗലോസ് വരുമ്പോൾ പൗലോസ് വലിയൊരു ധനാഢ്യനാണ്, കപ്പൽ മുതലാളിയുടെ മകനാ. പക്ഷെ ശുശ്രൂഷയുടെ അവസാന ഘട്ടത്തിൽ പൗലോസിനെ ശ്രദ്ധിച്ചാൽ അറിയാം, പൗലോസിന്റെ കയ്യിൽ കീറിപ്പറഞ്ഞൊരു പഴം തുണി കഷണവും കുറച്ച് ചർമ്മലിഖിതങ്ങളും അല്ലാതെ സ്വന്തമായി ചേർത്ത് പിടിക്കുവാൻ ഒന്നുമില്ലെങ്കിലും, അനുഗ്രഹത്തിന്റെ അളവുകൾ വർദ്ധിച്ചില്ലെങ്കിലും അംഗീകാരത്തിന്റെ അളവുകൾ വർദ്ധിപ്പിച്ചു ശുശ്രൂഷയിൽ. ഇന്ന് രാത്രി അനുഗ്രഹം വേണ്ടെന്നല്ല, അനുഗ്രഹം ഒഴിവാക്കണമെന്നല്ല, അനുഗ്രഹിക്കപ്പെടണം. പക്ഷേ അനുഗ്രഹിക്കപ്പെടുന്നതിനിടയ്ക്ക് അംഗീകാരം കിട്ടാതെ പോകരുത്, അംഗീകരിക്കപ്പെടാതെ പോകരുത്. അംഗീകരിക്കപ്പെട്ടാൽ ജീവിതത്തിൽ അനുഗ്രഹമാ, നിത്യജീവനാണെന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് ശക്തമായ ദൂത് പറയുന്നു. സമയം മുൻപോട്ട് പോയതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. 1, ആരാധിക്കാതിരിക്കുന്നത് പാപം. 2, സത്യം അറിഞ്ഞിട്ട് സത്യത്തിന് വേണ്ടി നിൽക്കാതിരിക്കുന്നത് പാപം. പഴയ നിയമത്തിന്റെ ശൗൽ സത്യത്തിന് വേണ്ടി നിന്നില്ല. എന്നാൽ പുതിയ നിയമത്തിന്റെ ശൗൽ ദൈവിക പ്രമാണ സത്യങ്ങൾക്ക് വേണ്ടി, അവൻ യഥാർത്ഥ തന്റെ കാഴ്ചപ്പാടുകൾക്ക് വേണ്ടി, ദർശനത്തിന് വേണ്ടി അവൻ നിൽക്കുവാനിടയായി. 3ാമത്തെ പാപം പറഞ്ഞ് അവസാനിപ്പിക്കാം. 3ാമത്തെ പാപം യൂദ ചെയ്ത പാപമാണ്. എന്താ യൂദ ചെയ്ത പാപം?
മാനസാന്തരപ്പെടാൻ അവസരം കിട്ടിയിട്ട് യൂദ വിനിയോഗിച്ചില്ല. ഈ സുവിശേഷ യോഗത്തിന്റെ ആദ്യ ദിവസം, ഈ മെസ്സേജിന്റെ സമാപനത്തിൽ ഞാൻ ഒരു കാര്യം വിളിച്ചു പറയട്ടെ സ്നേഹിത, ഇന്ന് രാത്രി കേൾക്കപ്പെടുന്ന ഈ സുവിശേഷ സന്ദേശം നാളെയാകട്ടെ, രക്ഷ നാളെയാകട്ടെ, എൻ്റെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കുന്നത് നാളെയാകട്ടെ എന്ന ചിന്താഗതി തെറ്റാണ് എന്ന് തിരിച്ചറിവുന്നുണ്ടാകണം. ഇന്നലകൾ മടങ്ങി വരില്ല. നാളെ എന്നുള്ളത് നമ്മുടേതല്ല, ഇന്ന് എന്നുള്ളതാണ് നമ്മുടെ സമയം. ഇന്നാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. ഇന്ന് രാത്രി ആമേൻ. അത് തെരഞ്ഞെടുക്കപ്പെടുന്നവരെ, അത് അംഗീകരിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, കർത്താവിന് മഹത്വം കരയറ്റുകയാ. യൂദ ക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കണമായിരുന്നു എങ്കിൽ പോലും, അത് ദൈവജനത്തിനകത്ത് മുൻകാലങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചതാണെങ്കിൽ പോലും, ഈ പ്രഭാഷണത്തിന്റെ ഒരു പ്രത്യേക വശം എന്ന നിലയിൽ ഈ ഭാഗം ഇങ്ങനെ പറയട്ടെ, വേദപുസ്തകം പരിശോധിച്ചാൽ 8 അവസരങ്ങൾ യൂദയ്ക്ക് കിട്ടിയിട്ടുണ്ട് മാനസാന്തരപ്പെടാൻ. പക്ഷേ അതൊന്നും വിനിയോഗിച്ചില്ല. അവസാന സമയത്ത് യൂദ ഓടി ഞാൻ കുറ്റം ചെയ്തു എന്ന് പറഞ്ഞ് കുറ്റമില്ലാത്ത രക്തത്തെ ഞാൻ കാണിച്ചു കൊടുത്ത് ദൈവത്തോട് ഇപ്പോൾ പാപം ചെയ്തിരിക്കുന്നു എന്ന് ദേവാലയത്തിന്റെ അങ്കണത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞ് ഓടിയത് മഹാപുരോഹിതന്റെ കാൽക്കലേക്കായിരുന്നു. എന്നാൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ സ്നേഹിത, പാപം മോചിക്കുവാൻ, പാപത്തിന് പരിഹാരം നേരിടുവാൻ ഈ ലോകത്തിന്റെ പുരോഹിതന്മാരുടെ അടുക്കലേക്കല്ല നീ ഓടേണ്ടത്. ഇന്ന് രാത്രി നീ ഓടേണ്ടത് സാക്ഷാൽ മഹാപുരോഹിതനായ മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരമുള്ള മഹാപുരോഹിതനായ ക്രിസ്തുവിന്റെ അടുക്കലേക്കാണ് ഇന്ന് രാത്രി നീ ഓടി വരേണ്ടത്. സ്തോത്രം. യേശുവിന്റെ പാദപീഠത്തിൽ ഇന്ന് രാത്രി വരാൻ തയ്യാറായാൽ ജീവിതത്തിൽ അനുഗ്രഹമാണ്. സ്തോത്രം. യൂദ അവസാന നിമിഷത്തേക്ക് ഒരു അവസരം കിട്ടിയെങ്കിലും അത് വിനിയോഗിക്കാതെ ഈ ലോകത്തിന്റെ പുരോഹിതന്മാരെ തേടിപ്പോയി. ഇന്ന് രാത്രി പറയാം, നിനക്ക് പാപമോചനം നൽകാൻ ലോകത്തിന്റെ പുരോഹിതന്മാർക്ക് കഴിയില്ല, പാസ്റ്റർമാർക്ക് കഴിയില്ല, ഉപദേശിമാർക്ക് കഴിയില്ല. അത് സാക്ഷാൽ ക്രിസ്തുവിനല്ലാതെ മറ്റൊരാൾക്കും കഴിയില്ല. അവർ ഇന്ന് രാത്രി ക്രിസ്തുവിനെ നിന്റെ മുമ്പിൽ വരച്ചു കാട്ടുമ്പോൾ ആ ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുവാൻ എത്ര പേർ തയ്യാറാകും? അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ അവസാനിപ്പിക്കട്ടെ. കാൽവരിയിൽ ഉയർത്തപ്പെട്ട ക്രൂശ്, പാപത്തിൻ്റെ ശമ്പളമായ മരണത്തിൻ്റെ ശിക്ഷാവിധിയിൽ നിന്ന് മാനവജാതിയെ രക്ഷിച്ചെടുക്കുവാൻ ഉയർന്ന ക്രൂശ്. ഒരു ക്രൂശേ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളൂ കാൽവരിയിൽ. എന്നാൽ ഇന്ന് രാത്രി എൻ്റെ ശ്രോതാക്കളുടെ മുൻപിൽ ഞാൻ ഒരു ക്രൂശല്ല ഉയർത്തിപ്പിടിക്കുന്നത്, ഞാൻ 3 ക്രൂശുകൾ ഉയർത്തിപ്പിടിക്കുന്നു. കാൽവരിയിൽ ഉയർത്തപ്പെട്ട ഒന്നാമത്തെ ക്രൂശ് യേശു ക്രിസ്തു കിടക്കുന്ന ക്രൂശ്. ആ ക്രൂശിൽ നിന്ന് ഇന്ന് രാത്രി പുറത്തേക്ക് വരുന്നൊരു ശബ്ദമുണ്ട്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരുമേ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഇന്ന് രാത്രി ക്രൂശിൽ നിന്ന്, കാൽവരിയിൽ ഉയർത്തപ്പെട്ട ക്രൂശിൽ നിന്ന് ഉയർന്ന ഒന്നാമത്തെ സന്ദേശം, അധ്വാനിക്കുന്നവരെ ഭാരം ചുമക്കുന്നവരെ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. രണ്ടാമത്തെ ക്രൂശ്, അവസാന നിമിഷം സ്വർഗരാജ്യത്തിൽ അഥവാ പരദീസയിലേക്ക് പ്രവേശിപ്പാൻ അവസരം കിട്ടിയ, അവസാന സമയത്തേക്ക് തൻ്റെ ഹൃദയം വിട്ടുകൊടുത്ത ആ ക്രൂശിൽ കിടക്കുന്ന കള്ളന് ഇന്ന് രാത്രി അവൻ്റെ ക്രൂശിന് ഒരു സന്ദേശം തരാനുണ്ട്. എന്താണ് അവൻ്റെ സന്ദേശം? അവൻ പറയുന്ന സന്ദേശം ഇതായിരിക്കും. അവൻ വിളിച്ചു പറയും, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും എന്നെ പോലെ രക്ഷ പ്രാപിക്കും, ഞാൻ നിങ്ങളെ സഹായിക്കും, ഞാൻ നിങ്ങളെ രക്ഷിക്കും എന്ന യേശുവിന്റെ സന്ദേശം ക്രൂശിൽ ഉയരുമ്പോൾ രണ്ടാമത്തെ ആ രക്ഷ പ്രാപിച്ച വിളിച്ചു പറയുന്നു, എന്നെ പോലെ എത്ര കൊടുമ്പാവിയായിരുന്നാലും യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചാൽ, കർത്താവിന്റെ നാമം വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾ എന്നെ പോലെ രക്ഷ പ്രാപിക്കും. തീർന്നില്ല. മൂന്നാമത്തെ സന്ദേശം, രക്ഷപ്പെടുവാൻ അവസരം കിട്ടിയിട്ട്, മാനസാന്തരപ്പെടുവാൻ അവസരം കിട്ടിയിട്ട് അത് വിനിയോഗിക്കാതെ നരകാഗ്നിയുടെ എരുതിയിൽ എരിഞ്ഞു മരുവാൻ വിധിക്കപ്പെട്ട, നഷ്ടപ്പെട്ടു പോയ, കൈവിടപ്പെട്ടു പോയ കള്ളന് ഇന്ന് രാത്രി ജീവൻ കൊടുത്ത് ഇവിടെ നിർത്തിയാൽ അവന്റെ ക്രൂശിനൊരു സന്ദേശം ഇന്ന് രാത്രി പറയാനുണ്ട്. ആ സന്ദേശം ഇതാണ്, അല്ലല്ല മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും എന്നെ പോലെ നശിച്ചു പോകും. ക്രൂശിന്റെ സന്ദേശം ഏറ്റെടുക്കുന്നവർക്ക് ഇന്ന് രാത്രി നിത്യജീവനുണ്ട്. ക്രൂശിന്റെ സന്ദേശം നിഷേധിക്കുന്ന നിഷേധികൾക്ക് ഇന്ന് രാത്രി നരകാഗ്നിയുടെ എരുതിയിൽ ഇരിഞ്ഞു വരുവാനുള്ള വിധി നിർണയമാണ് സ്വർഗം കാത്തുവെച്ചിട്ടുള്ളത് എന്നുള്ളത് തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാത്രി ഉറക്കെ പ്രഖ്യാപിക്കുമ്പോൾ, സ്നേഹിത, ഇന്ന് രാത്രി ആ കാൽവരി ക്രൂശിലേക്ക് എത്ര പേർ നടന്നു കയറുവാൻ തയ്യാറാകും? ഒരു നിമിഷം ആ സ്ഥലസ്ഥാനങ്ങൾ നമുക്ക് ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. ഇന്ന് രാത്രി ആമേൻ, പാപത്തിന്റെ ശമ്പളം മരണം, ദൈവത്തിന്റെ കൃപാദാനമോ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ എന്ന് കർത്താവിന്റെ വചനം പറയുമ്പോൾ, ആരാധിക്കാതിരിക്കുന്നത് പാപം, സത്യം അറിഞ്ഞിട്ട് സത്യത്തിന് വേണ്ടി നിലനിൽക്കാത്തത് പാപം, മാനസാന്തരപ്പെടുവാൻ അവസരം ലഭിച്ചിട്ട്